السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أحمده حمدا بلا أحد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യനായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ബാപ്പുക്ക, മഹത്തായ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ പ്രിയങ്കരനായ നാസർ സ്വലാഹി, ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. മതപഠനം എന്തിനാണ് എന്നതിൻ്റെ എല്ലാ മേഖലകളും വിശദീകരിച്ചുകൊണ്ടാണ് ബഹുമാന്യനായ നാസർ സ്വലാഹി ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വാക്ക് കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ ഇല്ലാത്ത വിധം ഒരു മുസ്ലിമായ മനുഷ്യൻ, ഈമാനുള്ള ഒരാൾ മതവിജ്ഞാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്ന് ഹദീസുകളുടെ, ആയത്തുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മേഖലയിലേക്ക് പ്രവേശിക്കേണ്ട യാതൊരാവശ്യവും ഇല്ല എന്ന് ഞാൻ അടിയുറച്ച് മനസ്സിലാക്കുകയാണ്. ഞാൻ അധിക ആമുഖങ്ങളൊന്നുമില്ലാതെ ഇന്നത്തെ ഈ സദസ്സിൻ്റെ മുമ്പിൽ പറയണമെന്ന് വിചാരിച്ച വിഷയങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ആളുകൾക്കും പരിചയമുള്ളൊരു പേരാണ് മാലിക് ബിൻ ദീനാർ എന്ന പേര്. ഇസ്ലാമിക പ്രബോധന ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, വിശിഷ്യ കേരളത്തിലെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആ പേര് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കേരളത്തിലേക്ക് മതം എത്തിയതിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചു തുടങ്ങുന്നത്
മാലിക് ബിൻ ദീനാറിലൂടെയാണ്. ആ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ആമുഖ വാചകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അദ്ദേഹം പറഞ്ഞു, മസാകീനു അഹ്ലുദ് ദുനിയ ഖറജു മിൻഹാ വമാ ദാഖു അത്യബു മാ ഫീഹാ. വളരെ സുന്ദരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത്, ദുനിയാവിലെ മിസ്കീനുകളെന്ന് പറഞ്ഞാൽ, ദുനിയാവിലെ ഏറ്റവും പാപപ്പെട്ട ദരിദ്രന്മാരായ ഒന്നും ലഭിക്കാത്ത ആളുകളെന്ന് പറഞ്ഞാൽ അവർ ദുനിയാവിലെ ഏറ്റവും നല്ലതിനെ ആസ്വദിക്കാൻ കഴിയാതെ പോയവരാണ് എന്നാണ്. ദുനിയാവിലെ ഏറ്റവും നല്ലതിനെ ആസ്വദിക്കാൻ കഴിയാത്തവരാണ് ദുനിയാവിലെ ഏറ്റവും ദരിദ്രന്മാരായ ആളുകൾ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഏതാണ് ദുനിയാവിലെ നല്ലത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഏറ്റവും നല്ല ആസ്വാദനം അനുഭവിക്കാത്തവരാണ് ദരിദ്രന്മാരെന്ന്. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലത്? ഏറ്റവും നല്ല ആസ്വാദനം എന്താണ്? ആ മഹാപണ്ഡിതൻ അദ്ദേഹം പറഞ്ഞ മറുപടി മഹബ്ബത്തുല്ലാഹ് വമഅരിഫതുഹു വദിക്റുഹു എന്നാണ്. മഹബ്ബത്തുല്ലാഹ് അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്, അല്ലാഹുവിനോടുള്ള ഇഷ്ടമാണ്. 2 അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. 3 അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് ഏറ്റവും വലിയ ആസ്വാദനം ലഭിക്കുന്നത്, ആനന്ദം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ സ്നേഹിക്കുമ്പോഴും അവനെ അറിയുമ്പോഴും അവനെ സ്മരിക്കുമ്പോഴുമാണ് എന്നാണ് ആ മഹാപണ്ഡിതൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രസിദ്ധനായ മദ്ഹബിൻ്റെ ഇമാമാണ് അദ്ദേഹം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മാ ദുരിബ അബ്ദുൻ ബിഉഖൂബത്തിൻ അഅലമ മിൻ ഖസ്വത്തിൽ ഖൽബ്. അദ്ദേഹത്തിൻ്റെ വാചകം, അല്ലാഹു ഒരു അടിമക്ക് കൊടുത്ത ഏറ്റവും കടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ഹൃദയം കടുത്തുപോവുക എന്നുള്ളതാണ്. പടച്ച റബ്ബ് അവൻ്റെ അടിമക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ശിക്ഷയാണത്, ഹൃദയം കടുത്തുപോവുക എന്നുള്ളത്. അപ്പം അദ്ദേഹം തന്നെ നൽകുന്ന ഒരു വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ, റബ്ബ് കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷ ഹൃദയം കടുത്തുപോകലാണ് എങ്കിൽ റബ്ബ് കൊടുത്ത ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ ആരാധനകൾ കൊണ്ട് ഹൃദയം ആസ്വാദനം അനുഭവിക്കലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇബാദത്തുകൾ കൊണ്ട് ഹൃദയം ആസ്വദിക്കുക, അതൊരനുഭൂതിയാണ്, അതൊരു വല്ലാത്ത ആനന്ദമാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകമാണത്. പ്രിയപ്പെട്ടവരെ, ഈ 2 വാചകങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടങ്ങളിലെ ആസ്വാദനങ്ങളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എവിടെയാണ് ഇന്നത്തെ യുവാക്കൾ, എവിടെയാണ് ഇന്നത്തെ മനുഷ്യന്മാർ ആസ്വാദനം കണ്ടെത്തുന്നത്? പല ആളുകളും ആസ്വാദനത്തിന് വേണ്ടി വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. നൈറ്റ് ക്ലബ്ബുകളിൽ ആടിപ്പാടുന്ന മനുഷ്യന്മാരെ നമുക്കറിയാം, നമ്മൾ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സംഗീതം ആസ്വദിക്കുന്ന ആളുകളുണ്ട്, വൃത്തികേടുകളിലൂടെ ആനന്ദം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന മനുഷ്യന്മാരുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും ശരിയായ ആസ്വാദനമല്ല. ശരിയായ ആസ്വാദനം എന്താണ്? യഥാർത്ഥത്തിലുള്ള ആസ്വാദനം, അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് ആരാധനകളിലൂടെയും വിശ്വാസത്തിലൂടെയും ഒരു വിശ്വാസി നേടിയെടുക്കുന്നതാണ്. ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മുൻഗാമികളായ ആളുകൾ ആരാധനകളിലൂടെ ആസ്വാദനം കണ്ടെത്തിയവരായിരുന്നു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ചരിത്രത്തിലേറെ വായിച്ചിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ കരയുന്നത് കണ്ട് സ്വഹാബികൾ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ചെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മുആദേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മരണത്തെ മുഖാമുഖം കാണുന്ന അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഈ സമയത്ത് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആ മരണത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹം നൽകിയ ഒരു മറുപടിയുണ്ട്. ഞാൻ സങ്കടപ്പെടാൻ കാരണം, എൻ്റെ കണ്ണ് നിറയാൻ കാരണം, ചൂടുള്ള പകലുകളിൽ ഇനി എനിക്ക് നോമ്പെടുക്കാൻ സാധിക്കില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ്. തണുപ്പുള്ള രാത്രികളിൽ എനിക്കിനി നമസ്കരിക്കാൻ സാധ്യമല്ലല്ലോ എന്ന ചിന്തയാണ് എന്നെ കരയിപ്പിക്കുന്നത്. അതിദൂരം യാത്ര ചെയ്ത് മഹാപണ്ഡിതന്മാരുടെ സമീപത്ത് ചെന്ന് വിജ്ഞാനം നുകരാൻ, അറിവ് നേടാൻ എനിക്കിനി കഴിയില്ലല്ലോ, അതാണ് എൻ്റെ സങ്കടം.
എപ്പോഴാണ് ഈ വാചകങ്ങൾ അദ്ദേഹം പറയുന്നത്? മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ, മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നത് ആരാധനകൾ മുറിഞ്ഞു പോവുകയാണ്, മരണത്തിലൂടെ നമസ്കാരമില്ല, നോമ്പില്ല, അതേപോലെ തന്നെ അറിവ് നേടലില്ല, അതെല്ലാം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സങ്കടപ്പെടുത്തുന്നത് മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടാൽ നിസ്കരിക്കാൻ പറ്റൂല, നിസ്കാരം ആസ്വാദനമായിരുന്നു, നോമ്പൊരാനന്ദമായിരുന്നു, അറിവ് തേടുക എന്നുള്ളത് വലിയൊരു അനുഭൂതിയായിരുന്നു, അത് മരണത്തിലൂടെ നഷ്ടമാകുമല്ലോ എന്ന ചിന്തയാണ് അദ്ദേഹത്തെ കരയിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അവരങ്ങനെ ആസ്വദിച്ച ആളുകളാണ്. നമസ്കാരത്തിലൂടെയും അതേപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകളിലൂടെയും ആനന്ദം കണ്ടെത്തിയ ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ബിലാലെ അഖിമിസ് സ്വലാത്ത യാ ബിലാൽ, ബിലാലെ നമസ്കാരം നിർവഹിക്കണം, ആ നമസ്കാരത്തിലൂടെ നീ നമുക്ക് ആസ്വാദനം പകർന്നു തന്നാലും, കൺകുളിർമ നൽകിയാലും, ആനന്ദം പകർന്നു തന്നാലുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേൾക്കാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂലിനെ ദുനിയാവിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഹദീസിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. മദീനയിലെ പ്രമുഖരായ പണ്ഡിതന്മാർ വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്ത ഒരു വലിയ വർക്കുണ്ട്, ഒരു വലിയ അധ്വാനമുണ്ട്. പ്രവാചകൻ ചിരിച്ച സമയങ്ങൾ, പ്രവാചകൻ കരഞ്ഞ സമയങ്ങൾ, പ്രവാചക തിരുമേനി തമാശ പറഞ്ഞ നിമിഷങ്ങൾ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെയും അടർത്തിയെടുത്ത് അത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തി ഗ്രന്ഥങ്ങളാക്കി ഈ ലോകത്തിന് അവർ സമ്മാനിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരം ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും പ്രവാചകൻ ഇഷ്ടമുള്ള കാര്യം എന്തായിരുന്നു. പ്രവാചക തിരുമേനിക്ക് ഈ ദുനിയാവിൽ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളായി ഹദീസിൽ പറയുന്നത് ഹുബ്ബിബ ഇലയ്യ നിസാഉ വത്തീബ്, പ്രവാചകന് തൻ്റെ ഭാര്യമാരെയും അതേപോലെ തന്നെ സുഗന്ധവും ഇഷ്ടമായിരുന്നു എന്നാണ്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ഇഷ്ടപ്പെടാൻ കഴിയണം. പ്രവാചകന്റെ മാതൃകയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ഭാര്യമാരോട് വല്ലാത്ത സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ പ്രവാചകന് സുഗന്ധവും ഇഷ്ടമായിരുന്നു. പ്രവാചകൻ പറഞ്ഞു വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൺകുളിർമ ലഭിച്ചത് നമസ്കാരത്തിലൂടെയാണ്. ഞാനും നിങ്ങളും നമസ്കരിക്കാൻ ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായി? ഒരുപക്ഷെ പിറന്നു വീണ ആ കൊച്ചുകുട്ടിയായ സമയം മുതൽ നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ നമസ്കാര പായയിൽ നിന്ന് നമസ്കാരം തുടങ്ങുന്ന, അല്ലെങ്കിൽ അവര് നമസ്കരിക്കുന്ന നമ്മുടെ കുട്ടിക്കാലം മുതൽ 2 വയസ്സും 3 വയസ്സുമുള്ള സമയം മുതൽ നമസ്കാരം കണ്ടവരാണ് നമ്മൾ. അവിടെ മുതൽ നമസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ് നമ്മൾ. പിന്നെ നമ്മൾ മദ്രസകളിലേക്ക് പോയി അവിടെ വെച്ച് നമസ്കാരത്തിൻ്റെ കൈഫിയത്ത് പഠിച്ചു, അതിൻ്റെ രൂപങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. ഇതാ ഇന്നോളം നമ്മൾ നമസ്കരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ഒരാളും നമസ്കാരം ഉപേക്ഷിക്കുന്നവരല്ല, നമസ്കാരം ഗൗരവമായി കാണുന്ന ആളുകളാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട് ഇവിടെ. നമസ്കാരത്തിലൂടെ അനുഭൂതി അനുഭവിക്കാൻ, ആസ്വാദനം കണ്ടെത്താൻ, ആനന്ദിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട്. നമ്മുടെ പ്രവാചകന് നമസ്കാരം കൺകുളിർമയായിരുന്നു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരം നമുക്ക് എങ്ങനെയാണ്? നമ്മുടെ നമസ്കാരം നമുക്ക് ആസ്വാദനമാകണം, നമ്മുടെ നമസ്കാരം നമുക്ക് അനുഭൂതിയായി മാറണം. അതിനെന്തു വേണം? അതിന് നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് കൃത്യമായി പ്രവാചക തിരുമേനി പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് പരിഹാരമാർഗം. അപ്പോൾ നമുക്ക് നമ്മുടെ നമസ്കാരം ആസ്വാദനമായി മാറും, അനുഭൂതിയായി മാറും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രവാചക തിരുമേനി നേരിട്ട പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ പ്രവാചകൻ പരസ്യമായി ദഅവത്ത് തുടങ്ങിയ കാലഘട്ടമാണ്. പരിശുദ്ധമായ മക്കയിൽ നബിയെ, നിന്റെ അടുത്ത ആളുകളോട് നീ തൗഹീദിന്റെ സന്ദേശം പറയണമെന്ന ആയത്ത് അവതരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബക്കാരെ വിളിച്ചു വരുത്തി, മറ്റുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തുടങ്ങിയ സമയം മുതൽ നമ്മുടെ റസൂൽ അനുഭവിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന എത്രയായിരുന്നു. പ്രവാചകന്റെ മുഖത്ത് നോക്കി അവർ പരിഹസിച്ചു, പ്രവാചകന്റെ മുഖത്തേക്ക് അവർ കാർക്കിച്ചു തുപ്പി, പ്രവാചകൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ ചതിക്കുഴികൾ ഒരുക്കി, പ്രവാചകന്റെ മുൻ പല്ലുപൊട്ടി, പ്രവാചകന്റെ മുട്ടിൻ കാലിൽ നിന്ന് രക്തമൊഴുകി. പ്രവാചകൻ ഏറെ വേദനിച്ച കാലഘട്ടമായിരുന്നു അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പ്രതീക്ഷയോടുകൂടെ അവരുടെ ഇടയിലൂടെ നടക്കുമെന്നാണ്. അവരൊന്ന് ഈ തൗഹീദ് സ്വീകരിച്ചിരുന്നെങ്കിൽ, അവരൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ന ചിന്തയോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇടയിലൂടെ നടക്കുമെന്നാണ്. ആ സമയത്ത് പ്രവാചകൻ അവർ വിളിക്കും, യാ അയ്യുഹല്ലദീ ഉൻസില അലൈഹി ദിക്ർ, അല്ലയോ വേദഗ്രന്ഥം ലഭിച്ച അല്ലെങ്കിൽ ഉത്ബോധനം ലഭിച്ച മനുഷ്യ എന്ന് നബിയെ മക്കയിലെ മുശ്രിക്കുകൾ വിളിക്കും. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുമെന്നാണ്. യാ അയ്യുഹല്ലദീ ഉൻസില അലൈഹി ദിക്ർ, ദിക്റുകൾ അവതീർണമായ പടച്ചോന്റെ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ലഭിച്ച മനുഷ്യ എന്നവർ വിളിക്കുമെന്നാണ്. നബിക്ക് വല്ലാത്ത പ്രതീക്ഷ തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാംക്ഷയോടുകൂടെ ആ മനുഷ്യന്മാരെ വിളിച്ച ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പുണ്യപ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി അവർ പറയും, ഇന്നക ലമജ്നൂൻ, നീ ഒരു ഭ്രാന്തൻ തന്നെയാണ്, സത്യമായും നീ ഒരു ഭ്രാന്തനാണ് എന്ന് മഹാനായ പ്രവാചകന്റെ മുഖത്ത് നോക്കി അവർ പറയും. ഈ സദസ്സിലിരിക്കുന്ന നമ്മളെ നോക്കി ഒരു മനുഷ്യൻ ഭ്രാന്തൻ എന്ന് വിളിച്ചാൽ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എത്രമാത്രം വേദനയുണ്ടാകും നമുക്ക്. 35-ാമത്തെ വയസ്സിലാണ് പരിശുദ്ധമായ കഅബാലയം മക്കയിലെ മുശ്രിക്കുകൾ പുനർനിർമ്മിക്കുന്നത്. ആ 35-ാമത്തെ വയസ്സിൽ കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് അവർ ഒരു യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത്, അവർക്ക് പരിഹാരമോദി കൊടുത്തത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന്ന് അദ്ദേഹം പ്രവാചകനായിട്ടില്ല, അന്ന് അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദില്ലയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് ഭ്രാന്തുണ്ടായിരുന്നില്ല. 35 വയസ്സ് വരെ അല്ലെങ്കിൽ 40 വയസ്സ് വരെ നബി അവർ കൽ അമീനായിരുന്നു, സത്യസന്ധനായിരുന്നു. പക്ഷേ തൗഹീദ് പറഞ്ഞ പാരായി ഭ്രാന്തനായി മാറി, ജ്യോത്സ്യക്കാരനായി മാറി, സാഹിറായി മാറി. അതേപോലെ തന്നെ അസാതീറുകൾ എടുത്തു പറയുന്ന അഥവാ മുൻപ് കാലഘട്ടത്തിലെ കഥകളും കെട്ടുകഥകളും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന മനുഷ്യനായി പ്രവാചക തിരുമേനിയെ അവരാക്ഷേപിച്ചു. അല്ലാഹു അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഖുർആനിലൂടെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സ്വാഹിബ് ആരല്ല, ഒരു ഭ്രാന്തനല്ല എന്ന് അല്ലാഹു പറയുന്നുണ്ട്. പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ്, പ്രവാചകനെ സമാധാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമാണ് പ്രവാചകൻ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, മഹാനായ റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. നബിയെ, നിങ്ങൾ പ്രശ്നത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ സങ്കടത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. മുശ്രിക്കുകളായ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ, ആ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്, നാം മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് റബ്ബ് പരിഹാരം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതാ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. ഒന്നുകൂടെ കേട്ടു നോക്കൂ നിങ്ങൾ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. എന്താണ് ആ വാചകം എന്നറിയുമോ? അല്ലാഹു പറഞ്ഞു, നബിയെ, നിങ്ങൾ പ്രയാസത്തിലാണ്, നിങ്ങളുടെ മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ട്, എന്നാൽ ആ നൊമ്പരങ്ങൾക്കുള്ള പരിഹാരം ഇതാ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. ആകയാൽ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് നടത്തുക, അതോടൊപ്പം തന്നെ നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക. വകും മിനസ് സാജിദീൻ, നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാവുക. എന്തിനാണ് ഈ ആയത്തെന്നറിയുമോ? പുണ്യപ്രവാചകനെ വേദനിക്കുന്ന സമയത്ത് ആ വേദനയിൽ നിന്നുള്ള പരിഹാര മാർഗം എന്താ? സുജൂദാണ് പ്രിയപ്പെട്ടവരെ. റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും തീരും, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. അതുകൊണ്ടാണ് റബ്ബ് പരിഹാര മാർഗം പറഞ്ഞു കൊടുക്കുന്നത്. ആ നമസ്കാരമാണ് ഞാനും നിങ്ങളും വർഷങ്ങളായി നിർവഹിക്കുന്നത്. പക്ഷേ നമുക്ക് ആശ്വാസമാണോ നമ്മുടെ നമസ്കാരം? നമുക്ക് ആനന്ദമാണോ നമ്മുടെ നമസ്കാരം? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, വിമർശിക്കലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള നബിമാർക്കൊന്നും കൊടുക്കാത്ത ഒരുപാട് നിഅമത്തുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാചകം എന്താ? ഫസല്ലി ലിറബ്ബിക വൻഹർ. സൂറത്തുൽ കൗസറിൽ ആയത്താണ്, ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. നോക്കൂ നിങ്ങൾ, സന്താപത്തിന്റെ സമയത്ത്, ദുഃഖത്തിന്റെ സമയത്ത് പരിഹാരം എന്താ? നിസ്കരിക്കലാണ്, സുജൂദ് ചെയ്യലാണ്. സന്തോഷമുണ്ടായപ്പോൾ അതിനുള്ള ആ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഫസല്ലി ലിറബ്ബിക വൻഹർ. നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. പ്രവാചകൻ
രാത്രികളിൽ കാലിൽ നീരുകെട്ടുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. അല്ലേ? പ്രവാചകൻ ബലിയറുത്തു. 100 മൃഗങ്ങളെയാണ് പ്രവാചക തിരുമേനി ഹജ്ജിന്റെയും അതേപോലെ തന്നെ മറ്റുള്ള സന്ദർഭങ്ങളിലുമൊക്കെ ബലിയറുത്തത്. 63 മൃഗങ്ങളെ സ്വന്തം കൈകൊണ്ടാണ് നബി തിരുമേനി ബലിയറുത്തത്. ബാക്കിയുള്ള മൃഗങ്ങളെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ബലിയെറുക്കാൻ കൽപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമസ്കാരമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായപ്പോൾ ആ സന്തോഷ സന്ദർഭത്തിൽ അള്ളാഹുവിനെ മറക്കാതിരിക്കാൻ അതിനുള്ള വഴി എന്താണ്? അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കലാണ്. അപ്പൊ നമസ്കാരത്തിന്റെ മഹത്വം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നമസ്കാരത്തിന്റെ പ്രത്യേകത ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്. ആ വാചകം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ചേർത്തു വെക്കേണ്ട, കൊത്തിവെക്കേണ്ട ഒരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കെന്റെ റബ്ബിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ, എനിക്കെന്റെ റബ്ബിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. എന്താ വാചകം? എനിക്കെന്റെ റബ്ബിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ എന്താ നമസ്കാരം? റബ്ബിനോടുള്ള മുനാജാത്താണ്, റബ്ബിനോടുള്ള സംസാരമാണ്. അലി ബിൻ അബി ത്വാലിബിനെ തന്റെ നാഥനായ റബ്ബിനോട് സംസാരിക്കണമെന്ന ചിന്ത വരുമ്പോൾ നിസ്കരിക്കാൻ തുടങ്ങും. അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, എനിക്ക് എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ, എനിക്കെൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യും. കാരണം ഖുർആൻ എൻ്റെ റബ്ബിൻ്റെ സംസാരമാണ്, എൻ്റെ റബ്ബിൻ്റെ കലാമാണ്. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം നമ്മുടെ നിലപാട്. നമ്മുടെ റബ്ബിനോട് സംസാരിക്കാൻ നമസ്കാരമുണ്ട്, നമ്മുടെ റബ്ബിനോട് സംവദിക്കാൻ നമസ്കാരമുണ്ട്. അതേപോലെ തന്നെ റബ്ബിന്റെ സംസാരം കേൾക്കാൻ വിശുദ്ധ ഖുർആനുണ്ട്. ആ ഖുർആനിനെയും നമസ്കാരത്തെയും ചേർത്ത് പിടിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ആനന്ദവും അനുഭൂതിയും അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരാധനകൾ നമുക്ക് ആസ്വാദനമായി മാറണം. നാം ചൊല്ലുന്ന ദിക്റുകൾ, നാം ഓതുന്ന ഖുർആനിലെ ആയത്തുകൾ, നാം നിർവഹിക്കുന്ന ഹജ്ജ്, നാം എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നു അതൊക്കെ അനുഭൂതിയോടെ ആസ്വാദനത്തോടെ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത നമസ്കാരമാണ്. ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ദലായത്, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിജ്ഞാനവേദിയിൽ, മമ്പാട് മണ്ഡലത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ വിജ്ഞാനവേദിയിൽ നമ്മൾ ആദ്യം തെരഞ്ഞെടുത്ത വിഷയം നമസ്കാരമായത് വെറുതെയല്ല. നമസ്കാരമാണ് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇരിക്കുന്ന ആളുകൾ നമസ്കരിക്കാത്തവരല്ല, എല്ലാവരും നമസ്കരിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ നമസ്കാരം ശരിയാണോ, നമ്മുടെ നമസ്കാരത്തിൽ അബദ്ധമുണ്ടോ എന്ന ചോദ്യം നമ്മളോട് ചോദിക്കണം, നമ്മളോട് കൃത്യമായി ചോദിക്കണം. എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും നമസ്കാരം പഠിച്ചത് എവിടുന്ന? അത് മദ്രസയിൽ നിന്നാണ്, അത് മദ്രസകളിൽ നിന്നാണ്. അല്ലെ? നമ്മളിൽ വ്യത്യസ്തമായ മദ്രസകളിൽ പഠിച്ച ആളുകളുണ്ട്. ആ മദ്രസകളിൽ നിന്ന് പഠിച്ച നമസ്കാരത്തെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മളിൽ പല ആളുകളും തയ്യാറായിട്ടില്ല. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമസ്കാരത്തിന് മാറ്റല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി പഠിപ്പിച്ച നമസ്കാരം തന്നെയാണ് ഇന്നും നിർവഹിക്കേണ്ടത്. പക്ഷേ നമ്മളിൽ പല ആളുകളും പഠിച്ചു വെച്ച നമസ്കാരം ശരിയല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, ശരിയല്ല എന്നുള്ളതൊരു സത്യമാണ്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാ. മഗ്രിബ് നമസ്കാരം നിർവഹിച്ച ആളുകളാണ് നമ്മൾ, അല്ലേ? മഗ്രിബ് നമസ്കാരം നിർവഹിച്ചപ്പോൾ ആ നമസ്കാരത്തിന്റെ ഫാത്തിഹ ഓതിയതിന് ശേഷം നമ്മുടെ പള്ളിയിൽ എന്താണ് നടന്നത് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ പള്ളിയിൽ നടന്നത് എന്താണ്? നമ്മളെല്ലാവരും ഇമാമിന്റെ പിറകിൽ നിസ്കരിക്കുകയാണ്, അല്ലെ? ഇമാമു വലദ്ദാലീൻ ഫാത്തിഹയിൽ അവസാനത്തെ വാചകം പറഞ്ഞു. ആ വാചകം പറഞ്ഞ ഉടനെ മഅമൂമുകളായ ആളുകൾ അവർ ആമീൻ പറഞ്ഞു. എന്താണ് അവിടെയുള്ള മസ്അല? എന്താണ് അവിടെയുള്ള ശരിയായ നിയമം? എന്താണ്? നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു കുറ്റപ്പെടുത്തലല്ല, ഇതൊരു തിരുത്തൽ മാത്രമാണ്, ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മുടെ നമസ്കാരം മുഴുവനും തെറ്റാണ് എന്ന് ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. മറിച്ച് നമ്മുടെ നമസ്കാരം എല്ലാവരും ശരിയാകണം. നമ്മുടെ നബി നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്ന ആളുകളാകണം. അതിലെ അർക്കാനുകൾ, അതിലെ വാജിബാത്തുകൾ, അതിലെ സുനനുകൾ എല്ലാം കൃത്യമായിരിക്കണം. നോക്കൂ നിങ്ങൾ, വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ ആമീൻ പറയേണ്ടത് എവിടെയാണ്? ആമീൻ പറയുന്ന വിഷയത്തിലെ ഹുക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാം. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു. ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക. അപ്പോൾ ആരാണ് ആദ്യം ആമീൻ പറയേണ്ടത്? ആരാണ് ആദ്യം ആമീൻ പറയേണ്ടത്? ഇമാമാണ് ആമീൻ പറയേണ്ടത്. ഇമാം ആമീൻ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ്
നമ്മൾ മഅമൂമുകൾ ആമീൻ പറയേണ്ടത്. ഇനി നമ്മുടെ പള്ളിയിലേക്കൊന്ന് തിരിച്ചു ചെല്ലൂ നിങ്ങൾ. ഇന്നത്തെ നമസ്കാരം എടുക്കൂ നിങ്ങൾ. മഗ്രിബും ഇശാഉം അതേപോലെ തന്നെ സുബഹിയും അതിൽ ആമീൻ പറയുമ്പോൾ നമ്മുടെ പള്ളിയിൽ നടക്കുന്നതിനെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇമാമിന്റെ നാവിൽ നിന്ന് വലദ്ദാല്ലീൻ എന്ന് കേൾക്കുമ്പോഴേക്ക് ആളുകൾ ആമീൻ പറയും. എന്തുകൊണ്ടാണത്? അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ പഠിച്ചാൽ പ്രശ്നം തീരും. ആദ്യം ആമീൻ പറഞ്ഞു തുടങ്ങേണ്ടത് ആരാ? ഇമാമാണ് ആമീൻ പറഞ്ഞു തുടങ്ങേണ്ടത്. ഈ വിഷയത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു ഗ്രന്ഥമുണ്ട്. ആമീൻ പറയുന്നതിന്റെ ഹുക്മ വിശദീകരിക്കുന്നത് മഹാപണ്ഡിതനായ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹം ഒരു യാത്രക്കിടയിലാണ്, അദ്ദേഹം ഒരു യാത്ര ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഒരു പള്ളിയിൽ വെച്ചെടുത്ത ക്ലാസ്. സൗദി അറേബ്യയിലെ ജുബൈൽ എന്ന് പറയുന്ന പ്രദേശം, ഞാൻ അവിടെ 15 വർഷക്കാലം ജോലി ചെയ്തയാളാണ്. ആ പ്രദേശത്തുകൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പള്ളിയിൽ വെച്ചെടുത്ത ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ആണ് ആമീൻ പറയുന്ന വിഷയത്തിൽ ഇന്ന് ഭൂരിപക്ഷം ആളുകളും അത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ, ആമീൻ പറയുന്ന ഒരു മേഖലയിൽ പോലും നമുക്ക് കൃത്യമായ ഒരു അറിവ് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഈ സദസ്സിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ആരും ഉറക്ക ഉത്തരം പറയേണ്ട. നിങ്ങളോട് ഉത്തരം പറഞ്ഞാൽ മതി, നിങ്ങൾ സ്വയം പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ചോദ്യം, നമസ്കാരം സ്വീകാര്യമാകാനുള്ള ഷർത്തുകൾ എന്താണ് എന്ന ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ടോ? നമ്മുടെ നമസ്കാരം സ്വീകാര്യമാകണമെങ്കിൽ നമസ്കാരം ശരിയാവാനല്ല, ശരിയാകാനുള്ള ഷർത്തുകളുണ്ട്. നമസ്കാരം ശരിയാകാനുള്ള ഷർത്തുണ്ട്, നമസ്കാരം സ്വീകാര്യമാവാനുള്ള ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളെ ഒന്ന് എണ്ണിപ്പറയാൻ പറഞ്ഞാൽ നമ്മളിൽ ആർക്കൊക്കെ പറയാൻ പറ്റും? നമ്മളിൽ ആർക്കൊക്കെ പറയാൻ പറ്റും? ഈ ഉത്തരത്തിന്, ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട് എങ്കിൽ നമസ്കാരത്തെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ പല ആളുകൾക്കും അറിയില്ല, പല ആളുകൾക്കും അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമസ്കാരത്തിലെ ഒരു റുക്കൻ അഥവാ സുജൂദ് റുക്കനാണ്. ആ സുജൂദ് വിട്ടുപോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിസ്കാരത്തിലെ ഒരു റുക്കിന് നമ്മൾ വിട്ടുപോയി, മറന്നുപോയി. 2 സുജൂദ് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു സുജൂദ് ചെയ്ത് ഒരാൾ എഴുന്നേറ്റു, അയാൾക്ക് അടുത്ത റക്അത്തിലാണ് ആ സുജൂദ് നഷ്ടപ്പെട്ട വിവരം മനസ്സിലാകുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിൽ പല ആളുകൾക്കും അറിയില്ല. ഇൻഷാ അല്ലാഹ് നമ്മളതൊക്കെ ചർച്ച ചെയ്യും, നമ്മളതൊക്കെ വിശദീകരിക്കും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ദീന് പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഈ സദസ്സിൽ ഇരിക്കണമെന്ന് ഞാൻ എന്നോടും അതേപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളോടും സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്താണ്. നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ നമുക്ക് പൂർണ്ണമായിട്ട് അറിയോ? നമസ്കാരത്തിലെ തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള ആ കർമ്മത്തിൽ, ഇബാദത്തിന്റെ ഇടയിൽ എത്ര പ്രാർത്ഥനകളുണ്ട്? പ്രാരംഭ പ്രാർത്ഥന ഉണ്ട് അല്ലേ? പ്രാരംഭ പ്രാർത്ഥന. സൗദി അറേബ്യയിൽ ആദ്യമായി ചെന്ന ഉടനെ ഒരാൾ പറഞ്ഞു, നാട്ടിൽ നിന്ന് വന്ന പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ഇവിടെയുള്ള സൗദികളായ ആൾക്കാരുടെ നിസ്കാരം ശരിയല്ല എന്ന്. സൗദികളായ ആൾക്കാരുടെ നിസ്കാരം ശരിയില്ല. കാരണം എന്താ? അവർ നിസ്കാരത്തിന് തക്ബീർ കെട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യാണ്? അവർ ഫാത്തിഹ ഓതി തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രാരംഭ പ്രാർത്ഥന ചെല്ലാനുള്ള സമയം കിട്ടുന്നില്ല. അവരുടെ നിസ്കാരം ശരിയല്ല എന്നാണ് ചില ആളുകളുടെ അഭിപ്രായം. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ വിവരമില്ലായ്മ കൊണ്ടാണ്. നമ്മൾ പഠിച്ച പ്രാരംഭ പ്രാർത്ഥന ഏതാ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി, അല്ലേ? ഒന്നതാണ്. അല്ലെങ്കിലോ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, ഇതാണ് നമ്മൾ പഠിച്ചത്. ഈ 2 പ്രാർത്ഥനയുള്ളത് അല്ല. എത്ര പ്രാർത്ഥനകളുണ്ട്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന എത്ര പ്രാർത്ഥനകളുണ്ട്! അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഇതൊരു പ്രാരംഭ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയാണ് സൗദികൾ ചെല്ലുന്നത്. അവർക്കതിന് കൂടുതൽ സമയം വേണ്ട. അവരത് ചെല്ലിയാൽ എന്ത് ചെയ്യും? അവർ നേരെ ഫാത്തിഹ ഓതി തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോഴാണ്, നമ്മളതിൻ്റെ രൂപങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമസ്കാരം പൂർണ്ണമായി ശരിയായ രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക. നമ്മൾ ഈ നമസ്കാരത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ നമസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ പ്രവാചക തിരുമേനിയുടെ സമീപത്തേക്ക് ഉപരിലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ആ വാചകം ഞാൻ ഒന്നുകൂടെ പറയാണ്. നമസ്കാരത്തിന്റെ കൈഫിയത്ത് പഠിപ്പിക്കാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നബി തന്റെ ഇഷ്ടപ്രകാരം പഠിപ്പിച്ചൊരു ഇബാദത്തല്ല, രൂപമല്ല നമസ്കാരത്തിന്റെ രൂപം, മറിച്ച് അത് അള്ളാഹു പഠിപ്പിച്ചതാണ്. മനസ്സിലായി? നമസ്കാരം നിർബന്ധമാക്കിയത് എവിടുന്ന? ആകാശത്തിനാണ്. അതിലെ കൈഫിയത്ത് പഠിപ്പിച്ചത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു. എല്ലാ നമസ്കാരത്തിൻ്റെയും നമ്മൾ സുബഹിന്റെ സമയം ഏതാ? നമ്മളിങ്ങനെ കലണ്ടറിൽ നോക്കിയാൽ നമുക്ക് കിട്ടും അല്ലെ? വാച്ചിൽ നോക്കിയാൽ പറയും
5:04 അല്ലെങ്കിൽ 4:54 കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ആദ്യ സമയം, അവസാന സമയം നമുക്കറിയാലോ. ദുഹറിന്റെ തുടക്ക സമയം, അവസാന സമയം നമുക്കറിയാം. അസറിൻ്റെതറിയാം, മഗ്രിബിൻ്റെതറിയാം. എങ്ങനെ ഈ തുടക്ക സമയം അവസാന സമയം നമുക്ക് കിട്ടിയെന്നറിയോ? ഒരു നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു എന്ന് പറയില്ല നമ്മൾ. നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് നിർവഹിക്കണം എന്ന് പറയാലോ. ഈ സമയം എങ്ങനെ കിട്ടിയത്? ജിബ്രീൽ അലൈഹിസ്സലാം നബിന്റെ മുമ്പിലേക്ക് വന്നു, ആകാശത്ത് നിന്ന് വന്നു. എന്നിട്ട് നബിന്റെ കൂടെ നിസ്കരിച്ചു, നബിക്ക് ഇമാമായി നിസ്കരിച്ചു. ഏത് സമയത്തറിയാം? അപ്പോൾ ദുഹറിൻ നബി വന്നു. എന്നിട്ട് ദുഹറിന്റെ ആദ്യ സമയത്ത് നബി നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയും ജിബ്രീൽ അലൈഹിസ്സലാം കൂടി നിസ്കരിച്ചു ദുഹറിന്റെ ആദ്യ സമയത്ത്. അടുത്ത ദിവസം ജിബ്രീൽ വന്ന് നേരെ വൈകിട്ടാണ്, അഥവാ ദുഹറിന്റെ അവസാന സമയത്ത് വന്നു. അവസാന സമയത്ത് വന്നിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന്റെ കൂടെ കൊണ്ട് നിസ്കരിച്ചു. അന്നത്തെ ദിവസം ദുഹർ നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇതാണ് ഇന്നലത്തതാണ് ദുഹറിന്റെ ആദ്യത്തെ സമയം, ഇന്ന് നിസ്കരിച്ചതാണ് ദുഹറിന്റെ അവസാനത്തെ സമയം. ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചത്. നിസ്കാരത്തിൽ എവിടെ കൈ കെട്ടണം? നമ്മുടെ ഇടയിൽ തർക്കമുണ്ട് അല്ലേ? ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ കൈ കെട്ടിയില്ല എന്ന് വിചാരിക്കും, അവിടെ നിസ്കാരം ശരിയാകൂലേ? അവിടെ നിസ്കാരം ശരിയാകും. കാരണം എന്താ? നമസ്കാരത്തിന്റെ അർക്കാനുകളിൽപ്പെട്ട കാര്യമല്ല കൈ കെട്ടുക എന്നുള്ളത്. പക്ഷേ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ കെട്ടിയത് എവിടെയാ? ഹദീസിലുണ്ട്. അത് നബിക്ക് ആരാ പഠിപ്പിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടാ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ജിബ്രീൽ വന്ന് നബിയെ പഠിപ്പിച്ചൊരു ഇബാദത്താണ് നിസ്കാരം. അതിൻ്റെ ഗൗരവത്തിൽ, അതിൻ്റെ പ്രാധാന്യത്തിൽ നമ്മളത് മനസ്സിലാക്കണം. ഇനി നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആരാധന ഏതാ? നമസ്കാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചൊരു മനുഷ്യൻ, അയാൾ പിന്നെ അയാളുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഇബാദത്ത് എന്താ? നിസ്കാരമാണ്. മനസ്സിലായില്ലേ? ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നിർവഹിക്കേണ്ട ആരാധനയാണ് നിസ്കാരം. അപ്പം 100 കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഇസ്ലാം സ്വീകരിക്കും. ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇസ്ലാം സ്വീകരിച്ച ഒരാളെ, ഷഹാദത്ത് കലിമയെ ചൊല്ലിയൊരു മനുഷ്യൻ, ഇപ്പം ഞങ്ങളൊക്കെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഓരോ സമയത്തും, ഓരോ ജമാഅത്തിൻ്റെ സമയത്തും ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരും. അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അടുത്ത നിസ്കാരമാകുമ്പോഴത്തേന് എന്ത് ചെയ്യണം? ഒരു നിസ്കരിക്കണം. അവർക്ക് നിസ്കാരത്തെക്കുറിച്ചൊന്നും അറിയില്ല, നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയില്ല, ഒന്നും അവർക്ക് അറിയില്ല. പക്ഷെ എന്ത് ചെയ്യണം? ഒരു നിസ്കരിക്കണം. നിസ്കാരം നിർബന്ധമാണ്. കാരണം എന്താ? മുസ്ലിമായ ഒരാൾ, തൗഹീദ് അംഗീകരിച്ച ഒരാൾ എന്ത് ചെയ്യണം? അത് നിസ്കരിക്കണം. നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ കുറ്റമാണ്. അപ്പം അയാൾക്ക് അതിൻ്റെ പ്രാർത്ഥനകളൊന്നും അറിയില്ല എങ്കിലും നമ്മൾ അയാളെ നമ്മുടെ സമീപത്ത് നിർത്തി അയാളോട് പറയും, ഞങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ പഠിപ്പിക്കും, സാവധാനം പഠിപ്പിക്കും. ഇങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം, ഇങ്ങനെയാണ് പ്രാരംഭ പ്രാർത്ഥന, ഇതാണ് സുജൂദ്, ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുക ചെയ്യുക. ഞാൻ പറഞ്ഞെന്താ അറിയോ? നമസ്കാരം അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ഒന്നും അറിയാത്ത ഒരാൾ, ഒന്നും ചൊല്ലാൻ അറിയാത്ത ഒരാൾ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചു, ഫാത്തിഹ അറിയാത്ത ഒരാൾ എങ്ങനെ നിസ്കരിക്കേണ്ടത്? അയാൾ നിസ്കാരം ഒഴിവാക്കണം എന്നല്ല, അയാൾ നിസ്കരിക്കണം. അയാൾ നിസ്കാരം അയാൾക്ക് നിർബന്ധമാണ്. അയാൾക്ക് ഫാത്തിഹ പോലും അറിയില്ല, എന്താ ചെയ്യേണ്ടത്? അയാൾ തസ്ബീഹ് ചൊല്ലി നിസ്കരിക്കണം എന്നാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലി നിസ്കരിക്കണം എന്നാ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? നിസ്കാരം അത്രയും ഗൗരവമുള്ള വിഷയമാണ്, അത് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് ആ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിലാദ്യം നമ്മൾ പഠിക്കുന്നത് സ്വലാത്ത് എന്ന പദത്തിൻ്റെ നിർവചനമാണ്. സ്വലാത്ത് എന്ന പദത്തിൻ്റെ ഭാഷയിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നർത്ഥം. പ്രാർത്ഥന എന്നാണ്. വിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ സ്വലാത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്ന സ്വലാത്ത് എന്താ? നമസ്കാരം എന്താ? മതപരമായി ശറഈയായി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സ്വലാത്ത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ ചില വാക്കുകളും കർമ്മങ്ങളുമുള്ള ആരാധനയാണ് നമസ്കാരം. അതാണ് ഇതിൻ്റെ നിർവചനം. മനസ്സിലായോ? നിസ്കാരത്തിൻ്റെ നിർവചനം എന്താ? തക്ബീർ കൊണ്ട് തുടങ്ങി തസ്ലീം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ വാക്കുകളും കർമ്മങ്ങളുമുള്ള ഒരു ഇബാദത്തിനെയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിൻ്റെ മതവിധി എന്താണ്? ഏതൊരു വിഷയത്തിനും വിധി ഉണ്ടാകും. താടി വളർത്തലാണോ താടി വടിക്കലാണോ ഒരു മതവിധി ഉണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ എല്ലാ വിഷയത്തിനും മതത്തിൽ വിധി ഉണ്ടാകും, നിയമം ഉണ്ടാകും. അപ്പം നമസ്കാരത്തിൻ്റെ മതവിധി എന്താ? നമസ്കാരത്തിൻ്റെ മതവിധി വാജിബാണെന്നാണ്, നിർബന്ധമാണെന്നാണ്. മനസ്സിലായി? ഒഴിവാക്കാൻ പറ്റാത്ത കർമ്മം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാ വർകഊ മഅർ റാകിഈൻ. വഅഖീമുസ് സ്വലാ, നമസ്കാരം നിലനിർത്തണം. ഇവിടെ ഒരു വല്ലാത്തൊരു പ്രയോഗമുണ്ട് ഖുർആനിൻ്റെ. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ എവിടെയും നിങ്ങൾ നിസ്കരിക്കണം എന്നുള്ള കൽപ്പന കാണൂല.
ഇപ്പൊ വെള്ളിയാഴ്ച എങ്ങനെ നമ്മളെ പള്ളിയിലേക്ക് വിളിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് വരണം, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വരണം എന്നാണ് അല്ലെ? അങ്ങനെയാണ് ഖുർആന്റെ കൽപ്പന. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ റമളാനിൽ ഹാജറുള്ളയാൾ എന്ത് ചെയ്യണം? ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, അവൻ നോമ്പ് നോൽക്കണം എന്നാ. അതൊക്കെ അംറാണ്. എന്നാൽ നമസ്കാരത്തെ കുറിച്ച് പടച്ചോൻ പറഞ്ഞെന്താ? നിസ്കരിക്കണം എന്നല്ല, മറിച്ച് എന്താ? വഅഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തണമെന്നാണ്. നമസ്കാരം നിലനിർത്തണം എന്നാണ്. നോക്കൂ നിങ്ങൾ, ആ പ്രയോഗത്തിന്റെ സൗന്ദര്യം എത്രയാണ്. നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പ്രായപൂർത്തിയെത്തിയ കാലം മുതൽ അവൻ മരിക്കുന്നത് വരെ സ്വബോധമുള്ള സമയങ്ങളിലെല്ലാം അവൻ നിർവഹിക്കേണ്ട ആരാധനയാണ് നമസ്കാരം. അതുകൊണ്ടാണ് നമസ്കാരം നിലനിർത്തണം എന്ന ഖുർആന്റെ കൽപ്പന. നിസ്കരിക്കണം എന്നല്ല, നിസ്കാരം യഖീൻ വരുവോളം അഥവാ മരണം വരുവോളം ഒരു മനുഷ്യൻ ചെയ്യേണ്ട ആരാധനയാണെന്ത്? നമസ്കാരം എന്നുള്ളത്. അപ്പൊ നമസ്കാരത്തിന്റെ മതവിധി എന്താ? വാജിബാണ്, നിർബന്ധമാണ്, ഒഴിവാക്കാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, പ്രവാചകൻ എന്താണ് ഇസ്ലാം, എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാണ്. ആ ഷഹാദത്ത് കലിമയൊക്കെ പറഞ്ഞതിന് ശേഷം നബി പറഞ്ഞു, ഖംസു സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, രാത്രിയിലും പകലിലുമായിട്ട് എന്ത് ചെയ്യണം? 5 നേരങ്ങളിൽ നമസ്കരിക്കണം, 5 നേരങ്ങൾ നിസ്കരിക്കണം. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു വന്ന ഒരാളോട് നബി പറയുന്ന വാചകം എന്താ? ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? രാവിലും പകലിലുമായി 5 നേരം നിസ്കരിക്കണം. വേറൊരു സുദീർഘമായ ഹദീത്തിൽ കാണാം, ഒരു അറാബിയായ മനുഷ്യൻ, ഒരു അപരിഷ്കൃതനായ മനുഷ്യൻ, അയാൾ നബിന്റെ അടുക്കിലേക്ക് വന്നു. നബിയോട് ചോദിച്ചു, നബി എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുത്തു, ഷഹാദത്ത് കലിമയൊക്കെ പറഞ്ഞു കൊടുത്തു. നബി പറഞ്ഞു, ഒരു ദിവസം 5 നേരം നിസ്കരിക്കണം. അപ്പൊ അയാൾ ചോദിച്ചു, ഈ നിസ്കാരമല്ലാതെ വേറെന്തെങ്കിലും നിസ്കാരമുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 5 നേരത്തെ നിസ്കാരമല്ലാതെ വേറെന്തെങ്കിലും നിസ്കാരമുണ്ടോ? അപ്പൊ നബി പറഞ്ഞു, ഉണ്ട്, ഐച്ഛികമായ നിസ്കാരമുണ്ട്, റവാത്തിബ് സുന്നത്തുണ്ട്, അതേപോലെ തന്നെ ദുഹാ നമസ്കാരമുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, തഹിയ്യത്തുൽ മസ്ജിദ് ഉണ്ട്, ഇങ്ങനെ കുറെ നിസ്കാരമൊക്കെ ഉണ്ട്. ഒരു ദിവസം ഫറളും സുന്നത്തും കൂടെ 74 റക്അത്ത് നിസ്കാരമുണ്ട്. എത്ര? ഒറ്റ ദിവസം ഫറളും സുന്നത്തുകളും കൂടി 74 റക്അത്ത് നിസ്കാരമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ സ്ക്രീനിൽ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്രസന്റേഷൻ ആയിരിക്കും, സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ് ഏതൊക്കെ നിസ്കാരം നമുക്ക് വിശദീകരിക്കും. ഒറ്റ ദിവസം 74 റക്അത്ത് നിസ്കാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഈ മനുഷ്യരോട് 5 വക്തിന് പുറമെയുള്ള അഥവാ ദുഹറും അസറും മഗ്രിബും ഇശാഉം സുബഹി അതിനുശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അയാൾ നബിയോട് പറഞ്ഞു, നബി എനിക്കതൊന്നും പറ്റൂല കേട്ടോ, എനിക്കതൊന്നും കഴിയില്ല കേട്ടോ നബിയെ, ഞാൻ ആ നിർബന്ധ നിസ്കാരങ്ങളെ നിർവഹിക്കാം, സുന്നത്തായതൊന്നും ഞാൻ ചെയ്യണില്ല. അയാൾ ചോദിച്ചു, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ? നബി അയാളോട് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു എന്നാ. അപ്പൊ അയാൾ പറഞ്ഞു, നബിയെ സക്കാത്ത് സംഭവം എനിക്ക് മനസ്സിലായിക്കണം, പക്ഷേ എൻ്റെ അടുത്ത് പൈസ അല്ല കൊടുക്കാൻ, ഉണ്ടാകണമെങ്കിൽ ഞാൻ കൊടുത്തോണ്ട്, എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞത് പ്രകാരം സക്കാത്ത് കൊടുക്കേണ്ട ഒരാളല്ല ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്കത് കൊടുക്കാൻ ഇതില്ല, ബാധ്യതയല്ല. എൻ്റെ കയ്യിൽ സമ്പത്ത് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തോണ്ട്. നബിനോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും ഉണ്ട്? അപ്പം നബി സ്വതക്ക കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ഞാൻ തന്നെ ആൾക്കാർ സഹായിച്ചാണ് ജീവിക്കണത്, ഞാൻ എങ്ങനെ സ്വതക്ക കൊടുക്കുക? അപ്പം നബിനോട് വീണ്ടും വേറെ എന്തെങ്കിലും ഞാൻ ചെയ്യണം? നോമ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നബിനോട് പറഞ്ഞു, നബി റമളാനിലെ നോമ്പ് ഞാൻ നോറ്റോളാം, പക്ഷെ സുന്നത്ത് നോമ്പ് എന്നോട് പറയരുത്, എനിക്ക് കഴിയില്ല. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു, ഹജ്ജ് അയാൾ അംഗീകരിച്ചു. അങ്ങനെ പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ നിന്ന് ഈ ഇസ്ലാം കാര്യങ്ങളിൽ 5 കാര്യങ്ങൾ അംഗീകരിച്ച്, എന്നാൽ ഐച്ഛികമായ കാര്യങ്ങൾ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റൂല, പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ മനുഷ്യൻ, ആ മനുഷ്യനെ ചൂണ്ടി നബി പറഞ്ഞൊരു വാചകം എന്താ അറിയോ? നിങ്ങൾക്ക് സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കാണണോ, സ്വർഗത്ത് പോണ ഒരാളെ നിങ്ങൾക്ക് കാണണോ, എങ്കിൽ അയാൾ നോക്കിക്കോളിന്നാ. അയാൾ ആ പറഞ്ഞതിൽ, അയാൾ ആ പ്രഖ്യാപിച്ചതിൽ അയാൾ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായ നമസ്കാരം അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല, വിശ്വാസികളായ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പം നമസ്കാരത്തിൻ്റെ മതവിധി നിർബന്ധമാണെന്ന് ഹദീത്തുകളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ആർക്കാണ് നിർബന്ധം? ആർക്കാണ് ഈ നമസ്കാരം നിർബന്ധം? പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള മുസ്ലിമായ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാണ്. മനസ്സിലായി? പ്രായപൂർത്തിയെത്തുന്നതിൻ്റെ ഹുക്കും ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. നമ്മൾ നമസ്കാരത്തിൻ്റെ അർക്കാനുകൾ വിശദീകരിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, നമസ്കാരം ശരിയാകാൻ, നമസ്കാരം സ്വീകാര്യമാകാനുള്ള
ഷർത്തുകളിൽ എന്ത് വരുന്നുണ്ട്? അഖല് കടന്നു വരുന്നു, ബുദ്ധി കടന്നു വരുന്നുണ്ട്. അവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും എങ്ങനെയാണ് ഒരാൾക്ക് പ്രായപൂർത്തിയായത് മനസ്സിലാക്കുക, ആരൊക്കെ ഏത് വയസ്സ് മുതലാണ് എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഇവിടെ നോക്കൂ നിങ്ങൾ, നമസ്കാരം ആർക്കാണ് നിർബന്ധമെന്ന് ചോദിച്ചാൽ, ഒന്ന് ബുദ്ധിയുള്ള മുസ്ലിമിന് നിസ്കാരം നിർബന്ധം. അതിനൊരു കാര്യം കിട്ടി, കാഫിറുകളായ അവിശ്വാസികളായ ആളുകൾക്ക് എന്തില്ല? നമസ്കാരമില്ല. ഭ്രാന്തന്മാർ നിസ്കരിക്കേണ്ടതില്ല, പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾ നിസ്കരിക്കേണ്ടതില്ല, അവർക്കൊന്നും നിസ്കാരം നിർബന്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ, 3 വിഭാഗം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഉദ്ദേശിക്കണം എന്താ? 3 വിഭാഗം ആളുകൾ അവരെന്തില്ല? മലക്കൾ രേഖപ്പെടുത്തൂല. എന്ത് രേഖ? ആരൊക്കെയാണത്? ഒന്ന് അനിന്നായിം, ഉറങ്ങണ മനുഷ്യൻ. ഒരാൾ ഉറക്കത്തിൽപ്പെട്ടാൽ അവൻ ഉണരുന്നത് വരെ നിസ്കരിക്കാത്തതുകൊണ്ട് നമുക്ക് കുറ്റല്ല. മനസ്സിലായില്ലേ? ഉറങ്ങുന്ന ഒരാൾ ഉണരുന്നത് വരെ കുറ്റല്ല. അഞ്ഞത് നല്ലൊരു തെളിവാക്കി എടുക്കണ്ട. മനസ്സിലായില്ലേ? ഉറങ്ങുന്ന ഒരാൾക്ക് പ്രശ്നമല്ല എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് 7 മണി വരെ ഉറങ്ങാം, അങ്ങനെ നമ്മൾ തെളിവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഉണരുന്നത് വരെ. അതേപോലെ തന്നെ ഭ്രാന്തനായ മനുഷ്യൻ, അവന് കുറ്റല്ല, ഒന്ന് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഏതുവരെ? അവന്റെ ഭ്രാന്ത് നീങ്ങുന്നത് വരെ. ഭ്രാന്ത് മാറിയാലോ ഒന്ന് നിസ്കരിക്കണം. അതേപോലെ തന്നെ കുട്ടികൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഏതുവരെ? അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ. അപ്പൊ അതിന്റെ ഹുക്കുമുകൾ എപ്പോഴാ പ്രായപൂർത്തിയാകുക? അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. അപ്പൊ എന്ത് മനസ്സിലായി? നിസ്കാരം നിർബന്ധമാണ്, എല്ലാവർക്കും നിർബന്ധമാണ്. ആർക്കാ ഒഴിവായിരിക്കുക? ഭ്രാന്തൻ, കുട്ടികൾ, ഉറങ്ങുന്ന മനുഷ്യൻ, ഇവർക്ക് പ്രശ്നമല്ല, അവർക്ക് കുറ്റമല്ല. അതിൽ ന്യായം ഉണർന്നാൽ, ഉറങ്ങുന്നവൻ ഉണർന്നാൽ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ഭ്രാന്തന് ഭ്രാന്ത് മാറി നിസ്കരിക്കണം, കുട്ടികൾ പ്രായപൂർത്തിയെത്തിയ പോലും നിസ്കരിക്കണം. അതിന് ചുരുക്കം എന്താ? എല്ലാവരും നിസ്കരിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? ഉറങ്ങണം, നീച്ചാൽ നിസ്കരിക്കണം, കുട്ടി എന്ത് ചെയ്യുക? പ്രായപൂർത്തിയെത്തിയാൽ നിസ്കരിക്കണം. പിന്നെ ഒരു ഒഴിവായിരിക്കുക, ഭ്രാന്തനാണ്, ആ ഭ്രാന്ത് മാറി അവന് നിസ്കരിക്കണം. അപ്പം ആ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താ? എല്ലാവരും നിസ്കരിക്കണം. മുസ്ലിങ്ങളായ മുഴുവൻ ആളുകളുടെയും മേൽ അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനയാണെന്ത്? നിസ്കാരം. ഇസ്ലാമിക രാജ്യത്ത് നിസ്കരിക്കാത്ത ഒരാളെ ഇസ്ലാമിക ഭരണകൂടത്തിന് ശിക്ഷിക്കാൻ അധികാരമുണ്ട്. മനസ്സിലായോ? ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് എന്തിനു വരെ എന്നറിയോ? നമസ്കാരം നിർവഹിക്കാത്ത ഒരാളെ താക്കീത് നൽകി, ഉപദേശിച്ചു, ഓർമ്മപ്പെടുത്തി, അയാൾക്ക് അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു. എന്നിട്ടും അയാൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ പണ്ഡിതന്മാരുടെ ഫത്വകളിൽ കാണാൻ അവൻ്റെ തല വെട്ടാൻ അധികാരമുണ്ടെന്നാണ്. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. മനസ്സിലായി? അത്രമാത്രം ഗൗരവം എന്തിനുണ്ട്? നിസ്കാരത്തിനുണ്ട്. കുറച്ച് കാലം മുമ്പ് വരെ സൗദി അറേബ്യയിൽ പോയ ആളുകൾക്കറിയാം, അവിടെ ഇങ്ങനെ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? വിളിച്ചു പറയും, അസ്വലാ അസ്വലാ, നിസ്കരിക്കാൻ വേണം. പ്രത്യേകിച്ച് ഉനൈസ പോലെയുള്ള പ്രദേശങ്ങൾ, ഉനൈസ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ നാടാണ്. ഷെയ്ഖ് ഉതൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് ജന്മം കൊടുത്ത നാടാണ് ഉനൈസയും അതേപോലെ തന്നെ അതിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെ. ഇന്ന് അതിലെ പല കാര്യങ്ങൾ അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനമാണ്, അല്ലേ? ദീൻ എവിടേക്ക് ചുരുങ്ങും? മക്കയിലേക്കും മദീനയിലേക്ക് ദീന് ചുരുങ്ങുന്ന അവസ്ഥ വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണ്. അവര് നിരാശപ്പെട്ടൊരു കാര്യമൊന്നുമില്ല, അതിൽ സങ്കടപ്പെട്ടൊരു കാര്യമൊന്നുമില്ല. അത് ഹദീസിന്റെ ഭാഗം നടക്കും, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വിഷയം എന്താ? നമസ്കാരം ഒഴിവാക്കിയാൽ, നമസ്കാരം ഉപേക്ഷിച്ച അവൻ ആരാ? അവൻ മുർത്തദ്ദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദി ബൈനനാ വബൈനഹുമുസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള മറ എന്ന് പറയുന്ന നിസ്കാരമാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണെന്നാണ്. അവൻ കാഫിറാണ്. മനസ്സിലായി? എത്രയോ ഹദീസുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫഇൻ താബു വഅഖാമുസ് സ്വലാത വആതുസ് സകാ ഫയഖ്വാനുകും ഫിദ്ദീൻ വനുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ. എന്താ അല്ലാഹു പറയുന്നത്? എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവർ മതത്തിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു. നിസ്കരിച്ചിട്ടില്ലെങ്കിലോ അവർ മതത്തിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളല്ല. സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ മതത്തിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളല്ല. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 11-ാമത്തെ ആയത്താണ്. അപ്പം നമസ്കാരത്തിൻ്റെ മതവിധി എന്താ? നിർബന്ധമാണെന്ന്. അപ്പം നമ്മൾ ആരും ചെയ്യാൻ പാടില്ല, നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നമസ്കാരത്തെ നമ്മൾ ഗൗരവത്തോടുകൂടെ കാണണം. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, മടി കാണിക്കുന്ന ആളുകൾ മുനാഫിക്കുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസാ 142-ാമത്തെ ആയത്ത്.
എന്താ അള്ളാഹു പറയുന്നത്? കപടവിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. അവർ നമസ്കാരത്തിന് നിന്നാൽ ഉദാസീനരായിക്കൊണ്ടും ആളുകളെ കാണിക്കാൻ വേണ്ടിയുമാണ് നിസ്കരിക്കുന്നതെന്നാണ്. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ആൾക്കാരാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുന്ന, ആത്മാർത്ഥതയോട് നിസ്കരിക്കുന്ന ആൾക്കാരായി മാറാൻ നമുക്ക് സാധിക്കണം. അതിന് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 10 ഫളലുകൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമസ്കാരത്തിൻ്റെ 10 ഫളലുകൾ പറയാം, 10 ശ്രേഷ്ഠതകൾ പറയാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നിവിടെ സംസാരിച്ചതിൻ്റെ പൂർണ്ണമായ നോട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഞാനിവിടെ പറഞ്ഞ ഒരു വാചകം പോലും വിട്ടുപോകാതെ പൂർണ്ണമായിട്ട് നിങ്ങൾക്കത് കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മളിതിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയ കാര്യം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അവർ നിങ്ങളെയൊക്കെ വിളിച്ചിട്ട് അങ്ങ് വന്നത് ഒരു യോഗത്തിലെടുത്തൊരു തീരുമാനപ്രകാരം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ നിരന്തരം പണിയെടുത്തത് കൊണ്ടാണ് ഇതേപോലെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ പറ്റുന്നത്. അതൊരു അധ്വാനമാണ്, അതൊരു വലിയ പ്രതിഫലമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. അല്ലാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ദുആ ചെയ്യണം. ഇനി ഇത് തുടരണം, ഇതേപോലെയുള്ള നന്മകൾ തുടരണം. നമുക്ക് തർക്കിക്കാൻ നേരല്ല സഹോദരങ്ങളെ. നമ്മുടെ ഖബറിൻ്റെ സമീപത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പ്രഗത്ഭനായ ഒരു സ്വഹാബി, അദ്ദേഹം തൻ്റെ ഒരു കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്, ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ ചോദിച്ചു, എത്ര കാലമായി ഭൂമിയിൽ വന്നിട്ട്? അപ്പോൾ അയാൾ പറഞ്ഞു, 60 സന, 60 വർഷമായി ഞാൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഉടനെ ഫുളൈൽ ഇബ്നു അയ്യാദ് പറഞ്ഞു, 60 വർഷമായില്ലേ, ജീവിതം അവസാനിക്കാനായി, പടച്ചോനിലേക്ക് അടുക്കാനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞൊരു ആയുസ് 40-ന്റെ 60-ന്റെ ഇടയിലാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് എത്താനായിട്ടുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ മനുഷ്യനെ നടത്തിയതാണ്. ആ വാചകം കേട്ട ഉടനെ അയാൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ സദസ്സിൽ ആരാണ് ആ വാക്ക് പറയാത്തവർ? ഈ സദസ്സിൽ ആരുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാത്ത ആരാളുള്ളത്? ഒരു മരണ വാർത്ത കേട്ടപ്പോൾ, ഒരു ദുരിത വാർത്ത കേട്ടപ്പോൾ, ഒരു ദുരന്തത്തിന്റെ വാർത്ത കേട്ടപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ വാചകല്ലേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മനുഷ്യനും പറഞ്ഞു അള്ളാഹുവിലേക്ക് എത്താറായി, ഖബറിലേക്ക് എത്താറായി എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തിയപ്പോൾ അയാൾ പറയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉടനെ ഒരു ചോദ്യമുണ്ട് ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. നിങ്ങൾക്കറിയോ, നിങ്ങൾ ആ പറഞ്ഞ വാചകത്തിന്റെ തഫ്സീർ നിങ്ങൾക്കറിയോ? അതിന്റെ ആശയം നിങ്ങൾക്കറിയോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന ലില്ലാഹി അബ്ദുൻ, ഞാൻ അല്ലാഹുവിൽ നിന്നുള്ളവനാണ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. നമ്മളാ പറയുന്നതിന് അർത്ഥം അതാണ് അല്ലേ? നമ്മളൊക്കെ വെറുതെ പറഞ്ഞു പോവുകയാണ്. ഒരു വാർത്ത കേട്ടാൽ ഇത് പറയണമെന്ന് നബി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഖുർആനിലുണ്ട്, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് പറയുന്നതിന് പൊരുൾ എന്താണ്? ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിൽ നിന്നുള്ളവനാണ്. അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ, അങ്ങനെ പറഞ്ഞ ഒരാൾ, അയാൾ ഉടനെ മനസ്സിലാക്കേണ്ട അടുത്ത വാചകം എന്താ അറിയോ? ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഈ ഞാൻ അല്ലാഹുവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിയ ഒരു അടിമ അവൻ ഉറപ്പിച്ച് വിശ്വസിക്കണം, പടച്ചോന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടി വരും, അള്ളാഹിന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടി വരും. അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ. തീർന്നില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിന്നാൽ അള്ളാഹു ചോദിക്കും. ദുനിയാവിലെ ഓരോ സമയത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. വാക്കുകളെക്കുറിച്ച്, നോക്കുകളെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ച്, പ്രവർത്തികളെക്കുറിച്ച് എല്ലാം പടച്ചോൻ ചോദിക്കും. ഒന്നും അള്ളാഹു വിട്ടുപോകൂല. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. അല്ലേ? ഗ്രന്ഥങ്ങൾ കയ്യിൽ ലഭിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് വെച്ച് ഏടുകൾ കയ്യിൽ ലഭിക്കും. അവർ പറയുന്ന വാചകമാണ്, മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ചെറുതും വലുതുമായ ഒന്നും വിട്ടേച്ചു പോയിട്ടില്ലല്ലോ എന്ന് വിലപിക്കുമെന്നാണ്. എല്ലാം രേഖപ്പെടുത്തി വെക്കും. അതേപോലെ നമ്മൾ പോയി നിൽക്കും പരലോകത്ത്. അള്ളാഹുവിന് മുമ്പിൽ നിൽക്കേണ്ട ആൾക്കാരാണ്. അവിടുന്ന് പടച്ചോൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കും സഹോദരങ്ങളെ. അപ്പം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാ, ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് വന്നവൻ, അള്ളാഹുവിലേക്ക് മടങ്ങും, പടച്ചോൻ്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടി വരും, അള്ളാഹു എന്നെ വിചാരണ നടത്തും, ആ വിചാരണക്കൊടുകിൽ സ്വർഗ്ഗമുണ്ട് നരകമുണ്ട്. ആ വാചകം പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കലുണ്ടോ? അതുകൊണ്ട് ഈ ചിന്ത നമുക്ക് ഉണ്ടാകണം. എപ്പോഴാണ് നമ്മൾ മരിക്കുക, ഏത് സമയത്ത് നമ്മൾ മരിക്കുക? ആർക്കെങ്കിലും പറയാൻ പറ്റും സഹോദരങ്ങളെ?
ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി സദസ്സിലേക്ക് വരുമ്പോൾ ഞാനാണ് എൻ്റെ ഷർട്ടിന്റെ ബട്ടണുകൾ ചേർത്ത് വെച്ചത്, ഞാനാ ചേർത്ത് വെച്ചത്. ഇതാരാ അഴിക്കുക? ഞാൻ തന്നെ അഴിക്കുന്ന ഉറപ്പ് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഞാൻ തന്നെ അഴിക്കുന്നു പറയാൻ പറ്റുമോ? ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് ഞാൻ വസിയത്ത് നൽകിയ എൻ്റെ ഭാര്യ ഒരു പക്ഷേ അഴിച്ചേക്കാം അല്ലേ? അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു കത്രിക ഉപയോഗിച്ച് മുറിച്ചു മാറ്റേണ്ടി വരാം. അത്രേ നമുക്കൊക്കെ ഉറപ്പുള്ളൂ സഹോദരങ്ങളെ. മരണം സമീപത്താണ്. എത്രയെത്ര മരണ വാർത്തകളാണ് ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യവാന്മാരായ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? രോഗികളായ ആളുകൾ അവരിപ്പോഴും ആ പ്രയാസത്തിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് നിശ്ചയിച്ചൊരു സമയമുണ്ട്. റബ്ബ് നിശ്ചയിച്ച സമയത്തിന്റെ അപ്പുറം നമ്മൾ പോകൂല. ആ സമയത്ത് നമ്മൾ മരിക്കും, ഉറപ്പാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് മരണത്തിന്റെ മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കണം. അതുകൊണ്ട് തന്നെ തർക്കിക്കാനും വിമർശിക്കാനും ചീത്ത പറയാനും പരിഹസിക്കാനും നമുക്ക് നേരമുണ്ടാകരുത്. നമ്മൾ അല്ലാഹുവിലേക്ക് ഓടുന്ന ആളുകളാകണം. ഖുർആനിന്റെ കൽപ്പനയാണത്. സൂറത്തുൽ മുത്തഫിഫീൻ എടുത്ത് വായിച്ചു നോക്കൂ നിങ്ങൾ. സ്വർഗീയമായ സുഖങ്ങളെ കുറിച്ച് പറഞ്ഞ ഉടനെ റബ്ബിന്റെ വാചകമാണ് മത്സരിക്കുന്നവൻ അതിനുവേണ്ടി മത്സരിക്കട്ടെ. ഏതിനു വേണ്ടി? സമ്പത്തിന് വേണ്ടിയല്ല, സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല, പേരിന് വേണ്ടിയല്ല, സ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ. ആ ആഹ്വാനം ഖുർആനിന്റെ ആയത്തിനെ ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ. മനസ്സിലായി? ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിൽ മുന്നേറണമെന്നാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖികളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക്, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം എന്നാണ്. ഇതാണ് ഖുർആനിന്റെ കൽപ്പന. നന്മയിൽ മത്സരിക്കാൻ, നന്മയിൽ മുന്നേറാൻ അള്ളാഹു നമ്മോട് പറയാം. ആ ആയത്തുകളെ കേൾക്കേണ്ട ആളുകളാണ് നമ്മൾ. ആ നന്മകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള വിഷയത നിസ്കാരമാണ്. അതിൻ്റെ 10 ഫضലുകൾ 10 ശ്രേഷ്ഠതകൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മേത നമസ്കാരമാണ്. സ്വഹാബികളുടെ ചോദ്യം, പ്രവാചകരെ അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാ? നബിനോടുള്ള ചോദ്യമാണ്. നബി പറഞ്ഞു അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. നമസ്കാരത്തിന്റെ ഗൗരവം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ പലപ്പോഴും വീഴ്ച വരുത്തുന്ന ഒരു മേഖലയാണിത് അല്ലേ? നമുക്കൊന്ന് തിരുത്താൻ, ഒരു പുനരാലോചന നടത്താൻ നമ്മൾ തയ്യാറാകണം. കാരണങ്ങളുണ്ട് എങ്കിൽ നമുക്ക് പടച്ചവനോട് പറയാം. അള്ളാഹിന്റെ മുമ്പിൽ അള്ളാഹിനെ നമുക്ക് ആർക്കും പറ്റിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ കാരണങ്ങളില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. സബബുണ്ട് എങ്കിൽ പ്രശ്നമല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്ന ആളുകളാകണം. ഹദീസിന്റെ ബാക്കി വാചകം എന്താ? നമ്മുടെ വിഷയമായിട്ട് ബന്ധമല്ലെങ്കിൽ ഇവിടെ പറയണത്. നബിനോട് ചോദിച്ചു സുമ്മായി നബിയെ, പിന്നെ ഏതാണ് പടച്ചോൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇവിടെ ഇരിക്കുന്നത് ഉമ്മമാരാണ്, ഇവിടെ ഇരിക്കുന്നത് ഉപ്പമാരാണ്, ഇവിടെ ഇരിക്കുന്നത് കുട്ടികളുണ്ട് അല്ലേ? ഇവിടെ 50 വയസ്സുകാരനായ മകനുണ്ട്, 50കാരിയായ മകളുണ്ട്. നമ്മുടെ കടമ എന്താ? മാതാപിതാക്കളോടുള്ള കടമ പറയുമ്പോൾ നമ്മളിങ്ങനെ കുട്ടികളെ മുഖത്ത് നോക്കും അല്ലേ? 5, 6, 10 വയസ്സുള്ള കുട്ടികൾ കേട്ടോ എന്ന് പറയും. എന്നാൽ ഇത് നമുക്ക് കൂടെ ബാധകമാണ്. 41 വയസ്സായ എനിക്കൊരു ഉപ്പയുണ്ട്, എനിക്കൊരു ഉമ്മയുണ്ട്. എൻ്റെ ഉമ്മാനോട് ഉപ്പാനോട് എനിക്ക് കടമുണ്ട്. എൻ്റെ കുട്ടികൾ എന്നെ നന്നായി ശ്രദ്ധിക്കണം, അവർ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ പ്രായം ചെന്ന എൻ്റെ ഉപ്പയും ഉമ്മയും ഞാനന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോടൊന്ന് പറയാൻ അവർ കൊതിക്കുന്നുണ്ടാകും. ഉമ്മ ഞാൻ ഇന്ന സ്ഥലത്ത് പോകാണ്, അല്ലെങ്കിൽ ഉപ്പ ഞാൻ ഇന്നോടത്ത് പോകാണ് എന്ന് പറയാൻ ആ വാചകമൊന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഉപ്പയും ഉമ്മയും നമ്മുടെ വീട്ടിലുണ്ടാകും. മിണ്ടാതെ പോകരുത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അതിലാണ് ബറക്കത്ത്, അതിലാണ് അനുഗ്രഹം. ഉമ്മാനും ബാപ്പാനും പരിഗണിക്കുന്ന മക്കളായി മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നാമത്തെ വിഷയം എന്താ? നമസ്കാരം ഏറ്റവും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. അത് അതിൻ്റെ സമയത്ത് നിർവഹിക്കണം. രണ്ടാമത്തെ ഫضൽ എന്ന് പറഞ്ഞാൽ പരലോകത്ത് അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുന്ന എന്താ? നിസ്കാരമാണ്. കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുക നിസ്കാരത്തെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരത്തെ കുറിച്ചാണ്. അമലുകളിൽ ആദ്യം ചോദിക്കുന്ന നിസ്കാരം. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ രക്ഷപ്പെട്ട ബാക്കിയൊക്കെ രക്ഷപ്പെട്ടു. മനസ്സിലായോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ
ഖബർ കണ്ടപ്പോൾ കരഞ്ഞതിനെ മൗലവി നമ്മളെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം ഖബറുകൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകുമായിരുന്നു എന്നാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു ഉസ്മാൻ റളിയല്ലാഹുവിനോട്, നിങ്ങളെന്തിനാ ഖബർ കാണുമ്പോൾ കരയണത്? ഖബർ കാണുമ്പോൾ എന്തിനാ കരയണം? അദ്ദേഹം പറഞ്ഞില്ലേ, ഖബറിൻ്റെ ശിക്ഷ ഭീകരൻ, അവിടുന്ന് രക്ഷപ്പെടാൻ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും. അതേപോലെ പരലോകത്ത് ആദ്യം എന്താ? നിസ്കാരം ചോദിക്കും പഠിച്ചോണം. നിസ്കാരം ശരിയാണെങ്കിൽ ബാക്കിയൊക്കെ എളുപ്പമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ നമസ്കാരം ചെയ്യണം, നമ്മൾ ശരിയാക്കണം. പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്ന വിഷയം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ബശ്ശിരിൽ മാശീന ഫി ളുലുമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ എന്നാണ്. എന്താ ഹദീസിൽ പറയുന്നത്? ഇരുട്ടുള്ള സമയങ്ങൾ പള്ളികളിലേക്ക് നടന്നു പോകുന്നവർക്ക് അന്ത്യദിനത്തിൽ പരിപൂർണ പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത ഉണ്ട് എന്നാണ്. സന്തോഷ വാർത്ത അറിയിക്കണം എന്നാണ്. അപ്പോൾ ഇരുട്ടുള്ള സമയത്ത്, ദുൽമ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇരുട്ടത്ത് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ടോർച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, ആ ഇരുട്ടുണ്ടെങ്കിലും നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ വിഷയം വരുമ്പോൾ നമുക്കത് വിശദീകരിക്കാം. ഇനി നോക്കൂ, നിങ്ങൾ നിസ്കരിക്കുന്ന ഒരാൾക്ക് പരലോകത്ത് രക്ഷയുണ്ട്. നാലാമത്തെ കാര്യം, നിസ്കരിക്കുന്ന ഒരാൾക്ക് പരലോകത്തിൽ നബി പറഞ്ഞു, മൻ ഹാഫള അലൈഹ നബി അന്നഹു ദക്കറ സ്വലാത്ത യൗമൻ ഫഖാല മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ. നിസ്കാരം നിർവഹിക്കുന്ന ആൾക്കാർക്ക് പരലോകത്ത് രക്ഷയുണ്ടെന്ന, അവർക്ക് വെളിച്ചായിരിക്കും അത്, അതേപോലെ അവർക്ക് ബുർഹാനായിരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. നിസ്കരിക്കുന്ന ഒരാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. നിസ്കരിക്കുന്ന ഒരാളുടെ പാപങ്ങൾ പടച്ചവൻ പൊറുക്കും. എങ്ങനെയെന്നറിയോ? റസൂലുള്ളാഹി പഠിപ്പിച്ചത് അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന മജ്തുരിബത്തുൽ കബായിർ. ഇതൊരു പ്രതീക്ഷയേകുന്ന ഹദീസാണിത്. ഒരാൾ 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്ന. സുബൈ നിസ്കരിച്ച ഒരാൾ, അയാൾ ളുഹർ നിസ്കരിച്ചാൽ ആ 2 നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. ഇവിടെ പാപങ്ങൾ പൊറുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ചെറിയ പാപങ്ങൾ അല്ലാഹു പൊറുക്കുക, വൻ പാപങ്ങളല്ല, കബായിറുകളല്ല. കബായിറുകൾ പൊറുക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ ഇസ്തിഗ്ഫാർ വേണം. കബായിറുകൾ ഏതാണ്? വൻപാപങ്ങൾ ഏതാ? 7 നമുക്കറിയാം. അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അതേപോലെ തന്നെ സിഹ്ർ ചെയ്യുക, പലിശ, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോട്, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. 7 മാത്രമല്ല വൻപാപങ്ങൾ. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അൽ കബായിർ എന്ന പേരിൽ ഗ്രന്ഥമുണ്ട്. അൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം 70ഓളം വൻപാപങ്ങൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. വൻപാപങ്ങൾ 70 വേറുള്ള പണ്ഡിതന്മാർ അതിലധികം 100-ലധികം വൻപാപങ്ങളെ എടുത്തുദ്ധരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. നമ്മുടെ വിഷയം അതൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞെന്താ അറിയോ, നിസ്കാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ വൻപാപങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കണം. അതിന് വൻപാപങ്ങൾ പഠിച്ചാൽ മതി, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നബി പറഞ്ഞെന്താ, ഒരു പുഴയിൽ നിന്ന് ഒരാൾ 5 നേരം കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കുണ്ടാകുമോ? ഇല്ലല്ലോ. അതേപോലെയാണ് നിസ്കരിക്കുന്ന ആളെന്നാ. ഞാൻ ഹദീസൊന്നും ഉദ്ധരിക്കണില്ല, ആശയം എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. അത്രമാത്രം പ്രാധാന്യമുണ്ട് നിസ്കാരം. ഒരാൾ 5 നേരം നിസ്കരിക്കുന്നതിലൂടെ അയാളുടെ പാപങ്ങളൊക്കെ കഴുകപ്പെടുമെന്നാണ് ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നോക്കൂ, നിസ്കാരത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പോണ സമയത്തുള്ള വസിയത്ത് എന്താ? നബി മരിക്കുകയാണ്. പ്രവാചക തിരുമേനി മരിക്കുന്ന തിങ്കളാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ പറയുന്നുണ്ട്. നബി എന്തോ പറയുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കാൻ വേണ്ടി ആയിഷ ഉമ്മ തൻ്റെ ചെവി നബിയുടെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു എന്നാ ഹദീസിലുള്ളത്. തൻ്റെ ചെവി ഇങ്ങനെ ചെവി കൂർത്ത് എന്താ നബി പറഞ്ഞ കേൾക്കാണ്. അപ്പൊ നബി പറഞ്ഞ വാചകം എന്താ? അസ്വലാ അസ്വലാ അസ്വലാ, നമസ്കാരം നമസ്കാരം നമസ്കാരം. പുണ്യപ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അന്ത്യസമയത്ത് ഈ ഉമ്മത്തിനോട് വസിയത്ത് ചെയ്തത് നിസ്കാരത്തിന്റെ വിഷയമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്, അതിനെ ഗൗരവമായി കാണണം എന്നാണ്. ആ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രവാചക തിരുമേനി മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് ഒരു ഇശാ സമയത്ത് ബാങ്ക് വിളിച്ചു, പള്ളിയിൽ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചു. നബി പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകണം. നബി രോഗിയാണ്. നബി പറഞ്ഞു പള്ളിയിൽ പോകണം. നബിക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരപ്പെട്ടു വധു ചെയ്യാൻ. ആ വെള്ളപ്പാത്രത്തിന് വധുവെടുക്കുമ്പോൾ നബി ബോധരഹിതനായി താഴെ വീണുന്ന, ബോധം കെട്ട് താഴെ വീണു. ബോധം തിരിച്ചു കിട്ടിയ നബിയുടെ ചോദ്യമുണ്ട്, ജനങ്ങൾ ഇശാ നിസ്കരിച്ചോ? ജനങ്ങൾ ഇശാ നിസ്കരിച്ചോ? ആയിഷമ്മ പറഞ്ഞു നബിയെ ഇല്ല, അവർ നിങ്ങളെ കാത്തിരിക്കാണ് നബിയെ, ഒരു നിസ്കരിച്ചിട്ടില്ല. നബി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, വെള്ളം കൊണ്ടുവന്നു. വധുവെടുക്കാൻ വീണ്ടും ശ്രമിച്ചു. നബി ബോധം കെട്ടു. ബോധം തിരിച്ചു കിട്ടിയ ഉടനെ പുണ്യപ്രവാചകന്റെ ചോദ്യം, ജനങ്ങൾ ഇശാ നിസ്കരിച്ചോ? ജനങ്ങൾ ഇശാ നിസ്കരിച്ചോ? അവർ പറഞ്ഞില്ല, ഇല്ല നബിയെ, നിങ്ങളെ കാത്തിരിക്കാണ്. 3 തവണ ഇത് ആവർത്തിച്ചു. 3 തവണ. നബിക്ക് മനസ്സിലായി പള്ളിയിൽ പോകാൻ കഴിയില്ല, ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് നബി പറഞ്ഞത്, മുറു അബൂബക്കർ, അബൂബക്കറിനോട് കൽപ്പിക്കൂ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ.
ആ ചരിത്രമാണ്, ആ സംഭവമാണ് ഒന്നാമത്തെ ഖലീഫയിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എത്തിച്ചത് എന്ന് ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ഞാൻ പറഞ്ഞെന്താ അറിയോ, നബിയുടെ അന്ത്യസമയത്ത് നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മപ്പെടുത്തൽ എന്താ? നിസ്കാരമാണ്. മനസ്സിലായില്ലേ? പ്രവാചകന്റെ അവസാന വസിയ്യത്തുകളിൽ നമസ്കാരത്തെ നമ്മൾ എമ്പാടും വായിക്കാണ്. അത് നമസ്കാരത്തിന്റെ പ്രാധാന്യവും ഗൗരവവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കരിക്കുന്ന ഒരാളെ മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. തെറ്റുകളിൽ നിന്ന് നമ്മളെ തടയുന്ന ഇബാദത്താണ് എന്ത്? നിസ്കാരം. ശരിയായ രീതിയിൽ നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. പാപങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് എങ്കിൽ, തെറ്റുകൾ നമ്മളെ പിന്തുടരുന്നുണ്ട് എങ്കിൽ പരിഹാരമാർഗം എന്താ? നിസ്കരിച്ചാൽ മതി. ശരിയായ രീതിയിൽ നിസ്കരിച്ചാൽ മതി. നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത തെറ്റുകളുണ്ട് എങ്കിൽ ശരിക്കും നിസ്കരിക്കണമെന്നല്ല. നന്നായി നിസ്കരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യൂല? തെറ്റ് ചെയ്യൂല. അശ്ലീലതകൾ കാണുന്ന ആൾക്കാരുണ്ട്, മോശമായത് കേൾക്കുന്ന ആൾക്കാരുണ്ട്. എന്നൊരു വലിയൊരു ഫിത്തനയാണിത്. ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ തന്നെ ഒരു 20 വർഷം മുമ്പ് അല്ല, ഒരു 10 വർഷം മുമ്പ് നമ്മളൊന്നും അഡിക്റ്റ് അല്ലാത്തൊരു വിഷയത്തിന് നമ്മളൊക്കെ അഡിക്റ്റാണ് അല്ലേ? ഞാനിപ്പോൾ ഇന്ന് ഇവിടുന്ന് ഒരാൾ നമ്മളെ ഗ്രൂപ്പിലിട്ടൊരു ഫോട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ സ്റ്റേജ് മേലെ ഇരിക്കുന്ന ആളുകൾ, ഇപ്പം ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്, വേറെ ബാപ്പുക്ക ഉണ്ടായിരുന്നു, ഇവിടെ ഒരാൾ പ്രസംഗം നമ്മൾ മൊബൈലിൽ നോക്കുകയാണ്. നമ്മളൊക്കെ ഇതിന് അടിമകളാണ് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വന്നപ്പോൾ ആ ട്രെയിനിൽ എൻ്റെ ബോഗിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ആളുകൾ, നമ്മളെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരെങ്ങനെ നോക്കി ഒന്ന് ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിച്ച് ഉറങ്ങണ മനുഷ്യന്മാരായിരിക്കും, ബാക്കി എല്ലാവരും ഫോണിലാണ്. എല്ലാവരും ഫോണിലാണ്. നമ്മൾ ഇതിൻ്റെ അടിമകളാണ് നമ്മൾ. ഞാൻ പറഞ്ഞ ഫോൺ ആവശ്യമില്ലെന്നല്ല, ഫോണ് കൊണ്ട് അനേകായിരം നന്മകൾ ചെയ്യുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട്, ഒരു സംശയമല്ല. നൂറുകണക്കിന് മനുഷ്യരുണ്ട്. ഇന്നലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ടീച്ചേഴ്സ് കോൺഫറൻസ് അവസാനിച്ചു. ആ ടീച്ചേഴ്സ് കോൺഫറൻസിലേക്ക് നൂറുകണക്കിന് ആളുകൾ അല്ല, 1000-ലധികം ആളുകൾ, 1000-ന്റെ പുറത്ത് 2000-ന്റെ സമീപത്ത് ആളുകൾ ഒഴുകിയെത്തി. എങ്ങനെ വന്നറിയോ? ആളുകൾ ഫോണിൽ വിളിച്ചിട്ടാണ്. ആ ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്ത ഹൈന്ദവ സഹോദരികളായ ടീച്ചർമാർ എഴുതിയ കമന്റ് വായിച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് വരുന്നത്. അവരെഴുതിയ കമന്റുകൾ വായിച്ചിട്ട് അവരൊക്കെ സന്തോഷിക്കണം. അതിൻ്റെ പിന്നിൽ ഈ ഫോണിൻ്റെ അധ്വാനമുണ്ട്, ഫോണിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്, 50 ദിവസം 60 ദിവസം ചെറിയ പ്രായമുള്ള കുട്ടിയുണ്ട്. ആ കുട്ടിനെയും കൊണ്ട് ഞങ്ങൾ പരിപാടിക്ക് പോയി. അപ്പം എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടിനെയും കൊണ്ട് പരിപാടിക്ക് വന്നത്? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭാര്യന് 5 തവണയാണ് ആൾക്കാർ വിളിച്ചത് ഈ പരിപാടിക്ക് വരണമെന്നാണ്. 5 വട്ടം ഫോണിൽ 5 തവണ വിളിച്ചത് പരിപാടിക്ക് വരണമെന്നാണ്. അപ്പോൾ ഫോണ് കൊണ്ട് ഒരുപാട് നന്മയുണ്ട്. പക്ഷേ ആ ഫോണുകൾ കൊണ്ട് ഷെറിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ ഷെറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ നിസ്കാരത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അശ്ലീലതകൾ കാണുന്ന, മ്യൂസിക് ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ സഹോദരങ്ങളെ, പൂർണ്ണമായി നിസ്കരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിസ്കാരം തിന്മകളിൽ നിന്ന് നമ്മളെ തടയും. ഇനി 8ാമത്തെ വിഷയം എന്താ? വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ ആദ്യത്തെ ആയത്തുകൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അവരാരാ? ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഭക്തിയോടുകൂടെയുള്ള നിസ്കാരം നിർവഹിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വിജയിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസ് എന്താ? നിസ്കാരത്തിൻ്റെ രൂപമൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഭക്തിയോടുകൂടെ നിസ്കരിക്കാനുള്ള വഴികളാണ്. ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എണ്ണി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മളത് വിശദീകരിക്കും. റബ്ബ് നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരൊറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ? നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാൽ ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. ഇവിടെ 5 വക്തിനും പള്ളിയിൽ വരുന്ന ആൾക്കാരെ എനിക്കറിയാം. 5 വക്തിനും പള്ളിയിൽ വരുന്ന ഒരു ജമാഅത്ത് പോലും ഒഴിവാക്കാത്ത ആൾക്കാർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. സന്തോഷിച്ചോളൂ സഹോദരങ്ങളെ, സന്തോഷിച്ചോളൂ നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം. ഒരാള് ശുദ്ധിയോടുകൂടെ വുളൂ ചെയ്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോയി പള്ളിയിൽ വെച്ചിട്ട് ജമാഅത്തായിട്ട് പള്ളി നിസ്കരിച്ചാൽ അവനൊരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. ഒരു നിസ്കാരത്തിന് ഒരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. ഒരു ദിവസം 5 നേരം പള്ളിയിൽ പോയാൽ 5 ഹജ്ജ് ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് നമ്മളോട് പറഞ്ഞതാരാ? ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? എത്ര വലിയ ഭാഗ്യാണ്. സന്തോഷിക്കാം നമുക്ക്, ആഹ്ലാദിക്കാം നമുക്ക്. പക്ഷേ ഉദ്ദേശം ഉണ്ടാകണം, നിയ്യത്ത് ഉണ്ടാകണം. ഞാൻ ഈ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് ഇങ്ങനൊരു പ്രതിഫലമുണ്ട്, ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളും പള്ളിയിൽ സ്ഥിരമായി പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം?
പള്ളിയിൽ പോകുമ്പോൾ ഈ ഒരു ഉദ്ദേശം നമുക്കുണ്ടാകണം. മനസ്സിലായി? സാധാരണ പറയാറ് ഒരു ദിവസം 7 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്നതാണ്. 5 മനസ്സിലായല്ലോ. 7 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് പറയും. ഒന്നെന്താ അറിയോ, നമ്മുടെ പള്ളിയിൽ ഒരു വിജ്ഞാന സദസ്സ് ഉണ്ട് എങ്കിൽ, നമ്മുടെ പള്ളി ഇപ്പോൾ പള്ളികളിലാണ് ഈ സദസ്സ് നടക്കുന്നത് എങ്കിൽ, ആ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു വിജ്ഞാനം കൂടി ആഗ്രഹിച്ച ഒരാൾ വന്നാൽ അയാൾക്ക് ആ സദസ്സിൽ പങ്കെടുത്ത് അതിനൊരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ രാവിലെ സുബൈക്ക് ഒരാൾ പള്ളിയിൽ വന്നു, സുബൈക്ക് വന്നിട്ട് ഉദയം വരെ അയാൾ പള്ളിയിലിരുന്നു. ഉദയം വരെ പള്ളിയിൽ ഇരുന്നിട്ട് ദിക്റുകളൊക്കെ ചൊല്ലി ഉദയം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചാൽ അവനൊരു ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട്. അപ്പോൾ 7 എണ്ണായി. ഇപ്പം ഞാൻ ഈ അവസാനം പറഞ്ഞ ഹദീത്തിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ ദുർബലത പറഞ്ഞിട്ടുണ്ട്. ആ ഹദീത്ത് സ്വഹീഹല്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാ ഇപ്പോൾ പറയണത്? ഞാനത് പറയാൻ കാരണം സലഫുകളായ പണ്ഡിതന്മാരും ഇന്നും സൗദി അറേബ്യയിലൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രമുഖരായ മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇതുകൊണ്ട് അമല് ചെയ്യാമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. മനസ്സിലായി? എന്നാൽ ദുർബലത പറഞ്ഞ ആൾക്കാരുണ്ട് എന്ന് ഇപ്പം നന്നായി പഠിക്കുന്ന, ആഴത്തിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഇഷ്കാലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാചകം പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് അമല് ചെയ്യാമെന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും ഖുതുബകളിൽ നിന്ന്, സംസാരങ്ങളിൽ നിന്ന്, ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒറ്റ ദിവസം 7 ഹജ്ജ് ചെയ്ത കൂലി നമുക്ക് കിട്ടും. 7 ഹജ്ജ് ചെയ്ത കൂലി എത്ര വലിയ പ്രതിഫലമാണ്! അപ്പം നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏറെ പ്രതിഫലം ലഭിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നേടിത്തരുന്ന നമസ്കാരത്തെക്കുറിച്ച് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പഠിക്കുക. ഞാൻ ഈ പഠനത്തിന് വേണ്ടി, ഈ പഠന ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 പുസ്തകങ്ങളാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഒന്ന്, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിഫത്തു സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം നീ നിന്റെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ടതുപോലെ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. തക്ബീർ മുതൽ തസ്ലീം വരെ നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കിക്കണ്ടതുപോലെ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. എൻ്റെ സുഹൃത്ത് മുഹമ്മദ് സിയാദ്, കണ്ണൂരുള്ള മുഹമ്മദ് സിയാദ്, ഇപ്പോൾ അദ്ദേഹം ജുബൈലിലാണ്, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ആ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ദഅവാ ബുക്സ് ആ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. മലയാളത്തിൽ ആ പുസ്തകം നമുക്ക് വായിക്കാൻ കിട്ടും. അപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു പുസ്തകമായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. 2ാമത്തെ പുസ്തകം സ്വലാത്തുൽ മുഅ്മിൻ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ദക്തൂർ സഅദ് വഹബ് അൽ ഖഹ്താനി റഹിമഹുല്ല, അദ്ദേഹം ഈ അടുത്ത കാലഘട്ടത്തിലെ റിയാദിലുള്ള പ്രമുഖനായ പണ്ഡിതനാണ്. ഒരുപക്ഷെ ഇമാം നബവിക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിൽ തർത്തീബ് പ്രകാരം ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതന്മാരിൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരാളാണ് ഷെയ്ഖ് സഅദ് വഹബ് അൽ ഖഹ്താനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം എഴുതിയ സ്വലാത്തുൽ മുഅ്മിൻ എന്ന് പറയുന്ന പുസ്തകം 3 വാള്യങ്ങളാണ് ആ പുസ്തകം. യഥാർത്ഥത്തിൽ ആ പുസ്തകം 5 ഭാഗങ്ങളിലായി ഇസ്ലാമിൻ്റെ അർക്കാനുകൾ, അഖീദൊക്കെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അതിൽ സക്കാത്ത് ഉണ്ട്, അതേപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളുണ്ട്, ഈമാൻ കാര്യങ്ങളുണ്ട്, നിസ്കാരമുണ്ട്, അതേപോലെ തന്നെ നോമ്പ്, എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെ സ്വലാത്തുൽ മുഅ്മിൻ എന്ന് പറയുന്ന 3 വാള്യങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ, അതൊരു അത്ഭുതമാണ്. ആ ഗ്രന്ഥം അറബി അറിയാവുന്ന ആളുകൾക്ക് നിർബന്ധമായി വായിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ ഒന്ന് പരിശോധന നടത്തേണ്ട ഒരു പുസ്തകമാണ്. എന്ത് പ്രശ്നമുണ്ടോ പരിഹാരം ആ പുസ്തകത്തിലുണ്ടാവും. എന്ത് സംശയമുണ്ടോ നിസ്കാരം അതിൽ പരിഹാരം ഉണ്ടാകും. ആ പുസ്തകവും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പൂർണ്ണമായ നേരിട്ടുള്ള പരിഭാഷയല്ല. ആ പുസ്തകത്തിൻ്റെ എല്ലാ വശങ്ങളും മലയാളത്തിൽ അസാധ്യമാണ്, കഴിയില്ല നമുക്ക്. ഒരു അറബിയിലെ ഗ്രന്ഥത്തെ പരിപൂർണമായി അതിൻ്റെ വാചകങ്ങൾ ചേർത്ത് വെച്ച് പരിഭാഷപ്പെടുത്തുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും ബഹുമാന്യനായ ഫദ്ലുൽ ഹഖ് ഉമരി ഹഫിളഹുല്ലാ അദ്ദേഹം ആ പുസ്തകം സ്വലാത്തുൽ മുഅ്മിൻ എന്ന് പറയുന്ന പുസ്തകത്തെ പരിഭാഷപ്പെടുത്തി. ഈ 2 പുസ്തകങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ നമസ്കാരം എന്ന് പറയുന്ന ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഈ ക്ലാസ്സിൽ പഠിതാക്കളായ ഞാനും പഠിതാവാണ്, നിങ്ങളും പഠിതാക്കളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരമാണ്, അതുകൊണ്ട് സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ ചോദിക്കണം. ആ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, ടെക്സ്റ്റായിട്ട് ചോദിക്കാം. ആ സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് മറുപടി നൽകും. എനിക്കറിയാത്ത കാര്യങ്ങൾ അസർ സലഹിയെ പോലെയുള്ള, അത് ജാബിർ ഇവിടെ ഉണ്ട്, മറ്റുള്ള പല ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്, അറിവുള്ള എന്നേക്കാൾ പഠിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് അവരതിന് മറുപടി നൽകും. ഞാൻ നൽകിയിട്ടില്ലെങ്കിൽ അവർ നൽകും. അല്ലെങ്കിൽ അറിയുന്ന ആളുകളുണ്ട്, ആ ആളുകളോട് ചോദിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിശദീകരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ചോദിക്കണം. നമ്മൾ മടിച്ചിരിക്കാൻ പാടില്ല, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണം. ഇപ്പോൾ ഈ സദസ്സിലെ പല ആൾക്കാരും നമ്മളെയൊക്കെ വിളിക്കാറുണ്ട്, പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, നമുക്കറിയും, നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മടി കാണിക്കാതെ എന്ത് ചെയ്യണം, ചോദിക്കണം. നമ്മൾ ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ വളരെ കൗതുകകരമായ ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്ത്രീകൾ ചോദിച്ച ചോദ്യങ്ങൾ, നബിനോട് സ്ത്രീകൾ ചോദിച്ച ചോദ്യങ്ങൾ, എന്നിട്ട് ആ ചോദ്യങ്ങളൊക്കെ ക്രോഡീകരിച്ച പുസ്തകങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളായ ആളുകൾക്ക് നൽകിയ മറുപടികൾ,
യഹൂദികളായ ആളുകൾക്ക് നബി കൊടുത്ത മറുപടികൾ, അതൊക്കെ വിജ്ഞാനത്തിൻ്റെ എന്താ പറയുക വല്ലാത്തൊരു കൗതുകമുണർത്തുന്ന നമുക്ക് ആവേശം നൽകുന്ന ഭാഗങ്ങളാണ്. ആ സംശയങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ അത്തരം ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സംശയം ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മടിക്കാൻ പാടില്ല. അറിവ് നേടുന്ന വിഷയത്തിൽ ലജ്ജ വേണ്ട, പഠിക്കുക. നമ്മളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അറിയാത്ത കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത്, ഞാൻ ഒന്നും കൂടെ ഞാനൊരു നിങ്ങൾക്ക് പ്രയാസം അല്ലെങ്കിൽ വാചകം പറയാം. നമ്മൾ വരുമ്പോൾ ഒരു പേനയും പേപ്പറോ കൊണ്ട് വരണം, മനസ്സിലല്ലേ? ഒരു പേനയും പേപ്പറോ കൊണ്ട് വരണം. എന്നിട്ട് നമ്മളൊന്ന് എഴുതിയെടുക്കണം. അറിയാത്ത കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കണം. ഇനി അറിയുന്ന ആളുകളാണെങ്കിൽ വീട്ടിൽ പരിശാല അതിൻ്റെ റെക്കോർഡ്, ഓഡിയോ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ നൽകും. ഓഡിയോ റെക്കോർഡ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ റെക്കോർഡ് നൽകും. വീണ്ടും വേണമെങ്കിൽ കേൾക്കുക. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞാൽ ഇന്നൊരു പ്രശ്നം ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞ് നമ്മൾ തിരുത്താൻ നമ്മൾ റെഡിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നമ്മളെല്ലാവരും പഠിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ക്ലാസ് ആയിരുന്നു ഇതൊരു. ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ പ്രസംഗിക്കുക, എല്ലാവരും കേട്ടാണ് പിരിഞ്ഞു പോകുക, അങ്ങനെ ആവരുത്. നമ്മളൊരു വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ ക്ലാസ്സിൽ വേറെ വിഷയം കൊടുത്തിരുന്നത്. മാനിക്കയാണ് ഇത്തരം ഒരു വിഷയം വേണമെന്ന് ആവശ്യം. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞെന്താ വെച്ചോ, നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കാനുള്ളൊരു അവസരം ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പൂർത്തീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളിവിടെ വന്നു, ശരിയാണ്, അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. പക്ഷേ ഇത്തരം ക്ലാസ്സുകളെക്കുറിച്ച് അറിയാത്ത കുറേ ആൾക്കാർ നമ്മുടെ പരിസരത്തുണ്ട്. സഹോദരങ്ങളെ, നമ്മളവരെ വിളിക്കണം, അവരോട് നമ്മൾ പറയണം, അവരെ നമ്മൾ ഇത്തരം ക്ലാസ്സുകളെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തണം. നമുക്കതിന് വലിയ പ്രതിഫലമുണ്ട്, നമുക്കതിന് വലിയ കൂലിയുണ്ട്. ഒരാൾ നമ്മൾ കാരണം ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത പ്രതിഫലമാണ് കിട്ടുക. അയാൾ മരിക്കുന്നത് വരെ അമൽ ചെയ്താൽ അതിൻ്റെ കൂലി നമുക്കാണ്. ഒരു ഉമ്മ പറഞ്ഞൊരു വാചകം ഞാൻ വായിച്ചു, എൻ്റെ മക്കളെ ഞാനാണ് നിസ്കാരം പഠിപ്പിക്കുക, എൻ്റെ മക്കളെ ഞാനാണ് ഫാത്തിഹ പഠിപ്പിക്കുക. ഞാൻ എൻ്റെ ഉസ്താദുമാരെ കൊണ്ട് പഠിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ പഠിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണത്? എൻ്റെ കുട്ടി മരിക്കുമ്പോഴും ഫാത്തിഹ ഓതും നിസ്കാരത്തിൽ, അതിൻ്റെ കൂലി എനിക്ക് വേണമെന്നാണ് ഉമ്മ പറയുന്നത്. മരിക്കോളം എൻ്റെ കുട്ടി നിസ്കരിക്കണം, അതിൻ്റെ കൂലി എനിക്ക് വേണമെന്നാണ്. ഈ ചിന്ത നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലുള്ള നമുക്ക് പരിചയമുള്ള എത്രയോ ആൾക്കാർ നമ്മൾ വിളിക്കുക സഹോദരങ്ങളെ, അവർ വരട്ടെ, വരാതിരിക്കട്ടെ, അവരെ സ്നേഹത്തോടെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് വാശി തീർക്കാനോ കക്ഷിത്തം പറയാനുള്ള വേദിയല്ല. അത്തരം വേദികളെ അത്തരം വേദികൾ നമുക്ക് ഗുണം ചെയ്യുന്നില്ല. മനസ്സിലായി? പരസ്പരം ആക്ഷേപിക്കുന്ന വേദികൾ കൊണ്ട് നമുക്കൊരു നേട്ടമല്ല. നമ്മൾ പരലോകം ആഗ്രഹിച്ച് സംസാരിക്കുക, അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ചിരിക്കുക. അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന സദസ്സുകൾ ഒരുക്കാൻ നമ്മൾ തയ്യാറാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ വകയായി കുറച്ച് ആൾക്കാരോട് കൊണ്ടുവരണം. ഈ സദസ്സ് വലുതായി എന്ന് പറയാനല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ സദസ്സ് വലുതായി ഇവിടെ കുറേ ആൾക്കാർ പങ്കെടുത്തു എന്ന് പറയാനല്ല, മറിച്ച് നിങ്ങൾ കൊണ്ടുവരുന്ന ആളിലൂടെ നിങ്ങൾക്ക് കൂലി കിട്ടണം, ഞങ്ങൾക്കും കൂലി ഉണ്ടാവണം. മനസ്സിലായി? നമുക്ക് എല്ലാവർക്കും കൂലി കിട്ടണം, പരലോകത്ത് നമുക്ക് നേട്ടമായി മാറണം. ഞാൻ ഒരൊറ്റ വാചകം ചേർത്ത് വെച്ച് അവസാനിപ്പിക്കാം. എൻ്റെ പ്രിയങ്കരനായ സഹോദരൻ ഷെയ്ഖ് യൂസുഫ് ഹഫിളഹുല്ലാ റഹിമഹുല്ലാ, അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല, അദ്ദേഹം ഇന്ന് ഖബറിലാണ് വിശ്രമിക്കുന്നത്. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ, ഫിലിപ്പൈനിലെ സഹോദരനാണ് അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു, ക്രൈസ്തവ വിശ്വാസി. ക്രിസ്ത്യാനിയായ സഹോദരൻ സൗദി അറേബ്യയിൽ ജോലി തേടി വന്ന ആളാണ്. സൗദി അറേബ്യയിലെ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ആരോ ഒരു ലഘുലേഖ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നത്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ലഘുലേഖ. ആ ലഘുലേഖ അദ്ദേഹം വായിച്ചു. അദ്ദേഹം ആ ലഘുലേഖ വായിച്ച് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഒരു പ്രബോധകനായി മാറി. സൗദി അറേബ്യയിലെ പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശേഷം എഴുതിയ വാചകമുണ്ട്. 10,000-ലധികം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി ഇസ്ലാം സ്വീകരിച്ചു. എൻ്റെ വാചകമല്ല, സൗദി അറേബ്യയിലെ പത്രങ്ങളിലാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തന ഫലമായി 10,000-ലധികം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇതേപോലൊരു സദസ്സിൻ്റെ മുമ്പിൽ പോയി സംസാരിച്ചാൽ അതിൻ്റെ അവസാന രംഗം എങ്ങനെയായിരിക്കും അറിയുന്നത്? ഒരു 100 ആളുകളുള്ള സദസ്സിൽ പോയി അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞ് ആ സദസ്സ് അവസാനിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് കിട്ടും. ആളുകൾ ഇങ്ങനെ കൈകൾ ഉയർത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന, നമുക്ക് കണ്ണീരൊഴുക്കി കാണാൻ കഴിയുന്ന ഒരു വീഡിയോ ഉണ്ടാകും ഏത് സദസ്സിലും. അത്രമാത്രം ആകർഷണീയമായ സ്വഭാവത്തിൻ്റെ ഉടമ, ആകർഷണീയനായ പ്രബോധകൻ, അവരെ മനസ്സുകളിലേക്ക് കയറി ചെന്ന് സംസാരിക്കാൻ സാധിക്കുന്ന വ്യക്തിയായി അദ്ദേഹം മാറി. എങ്ങനെയാണ് ഒരു യൂസുഫ് ഉണ്ടായത്? എങ്ങനെയാണ് യൂസുഫിന് അങ്ങനെയാകാൻ സാധിച്ചത്? ഏതോ ഒരാൾ കൊണ്ടുപോയി കൊടുത്ത ഒരു ലഘുലേഖയാണ്. മനസ്സിലായോ? ആ ലഘുലേഖ കൊടുത്താൽ ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല. അയാളുടെ ഖബറിലേക്ക് എത്ര നന്മകൾ വരുന്നുണ്ടാകും, എത്ര പ്രതിഫലം കിട്ടുന്നുണ്ടാകും. അതാണ് ദഅവത്ത് നടത്തിയാലുള്ള നേട്ടം. പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം അതാണ്, അതിൻ്റെ മഹത്വം അതാണ്. ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് മാസത്തിൽ ഒരു ദിവസമാണ്,
അവസാനത്തെ തിങ്കളാഴ്ച എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഇനി ഉണ്ടാകണം. അത് നമ്മൾ മായാൻ പാടില്ല. അവസാനത്തെ തിങ്കളാഴ്ച ഐക്യ ഹാളിൽ നമ്മുടെ നബിൻ്റെ നിസ്കാരം പഠിക്കാനുള്ളതാണ് എന്ന തീരുമാനം നമ്മൾ എടുക്കുക. അതിലേക്ക് ആളുകളെ നിരന്തരം വിളിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദൗത്യം പൂർത്തിയാകുന്നത് വരെ ഇതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, ദീന് പഠിക്കാൻ നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിലും ഈ സദസ്സിനെത്താൻ പറ്റാത്ത പല ആളുകളുണ്ട്. നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനിക്കുന്ന, ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുണ്ട്. അല്ലാഹു അവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളും സഹോദരികളുമുണ്ട്. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരുണ്ട്. അല്ലാഹു അവരെ മോചിപ്പിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹു അവർക്ക് ജോലിയും അതിലൂടെ ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മക്കളിലൂടെ അവർക്ക് അല്ലാഹു കൺകുളിർമ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.